الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ആമീൻ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, നാം ഇന്ന് സംസാരിക്കുന്ന വിഷയം 10 ഖവാഇദ് ഫിൽ ഇസ്തിഖാമ, ഇസ്തിഖാമത്തുമായി ബന്ധപ്പെട്ട 10 ഖായിദകളാണ്. ഇന്ന് ജീവിച്ചിരിക്കുന്ന പണ്ഡിതനായ ഷെയ്ഖ് അബ്ദുർ റസാഖ് ബിൻ അബ്ദുൽ മുഹ്സിൻ അൽ ബദർ ഹഫിളഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഒരു റിസാലയെ ആസ്പദമാക്കിയാണ് ഈ വിഷയം നാം സംസാരിക്കുന്നത്. ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ചൊവ്വെ നിലകൊള്ളുക എന്നാണ് അതിന്റെ അർത്ഥം. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് നമ്മെ അടുപ്പിക്കുന്ന, ദുനിയാവിലും പരലോകത്തും നമുക്ക് വിജയം നേടിത്തരുന്ന ദീനിന്റെ ചൊവ്വായ നേരായ പാത, അതിൽ നിലകൊള്ളുക എന്നതാണ് ഇസ്തിഖാമത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് മറ്റെന്തിനേക്കാളും നമുക്ക് ആവശ്യമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഓരോ നിസ്കാരത്തിലും സൂറത്തുൽ ഫാത്തിഹയിൽ നമ്മൾ അള്ളാഹുവിനോട് തേടുന്നത് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മേലെ നിർബന്ധമാക്കിയിട്ടുള്ള ഒരേ ഒരു ദുആ ആണത്. നിർബന്ധമായും നിങ്ങൾ തേടിയിരിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള പ്രാർത്ഥന ഈ സിറാത്തുൽ മുസ്തഖീം, അതിലേക്ക് ഹിദായത്ത് നൽകണമേ എന്നുള്ളതാണ്. ആ ഇസ്തിഖാമത്തോടു കൂടി ജീവിക്കുക എന്നുള്ളത് ഇരുലോകത്തെയും വിജയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അഹ്ഖാഫിൽ പറയുന്നു, ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് ثم استقاموا فلا خوف عليهم ولا هم يحزنون. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ്, ആരാണോ ഞങ്ങളുടെ റബ്ബ് അല്ലാഹു ആണെന്ന് പറയുകയും, അഥവാ അല്ലാഹുവിന്റെ റുബൂബിയത്തും ഉലൂഹിയത്തും തൗഹീദ് ഉൾക്കൊള്ളുകയും, ثم استقاموا, പിന്നെ നേരെ ചൊവ്വെ ആ ദീനിൽ നിലകൊള്ളുകയും ചെയ്തത്, ഫലാ ഖൗഫുൻ അലൈഹിം, അവർക്ക് ഒരു കാര്യവും പേടിക്കേണ്ടതില്ല. അഥവാ പേടി എന്ന് പറഞ്ഞാൽ മനുഷ്യനുണ്ടാവുക ഭാവിയിലുള്ള കാര്യങ്ങളെ കുറിച്ചാണ്. ഭാവിയിലുള്ള കാര്യങ്ങളെ തൊട്ട് അവനൊരു പേടിയുണ്ടാവില്ല. വലാഹും യഹ്സനൂൻ, ദുഃഖം എന്നുള്ളത് കഴിഞ്ഞ കാര്യങ്ങളെ കുറിച്ചാണ് മനുഷ്യനുണ്ടാവുക. ആ കാര്യങ്ങളിൽ ദുഃഖിക്കേണ്ടിയും വരില്ല. എന്നിട്ട് പറഞ്ഞു, ഉലൈക അസ്ഹാബുൽ ജന്ന ഖാലിദീന ഫീഹാ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ, അവരാണ് സ്വർഗാവകാശികൾ, അവരവിടെ ശാശ്വതരാണ്, അവർക്ക് അവർ പ്രവർത്തിച്ചതിനുള്ള പ്രതിഫലമാണ് ആ സ്വർഗം എന്ന് പറഞ്ഞത് കാണാം. അപ്പോൾ ഇസ്തിഖാമത്ത് നമുക്കെല്ലാവർക്കും നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട, അതിനാവശ്യമായ കാര്യങ്ങളെ കുറിച്ച് അറിയേണ്ടത് നമ്മുടെ ആവശ്യമാണ്. കാരണം അത് അത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യമുള്ളതാണ്. നമ്മൾ ആളുകളെ കാണും ഇസ്തിഖാമത്തോടു കൂടി നേരെ ചൊവ്വേ ദീനിന്റെ മാർഗത്തിൽ ഉണ്ടായിട്ട് പിന്നീട് അതിൽ നിന്ന് പിഴച്ചു പോകുന്ന ധാരാളം ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. നഊദു ബില്ലാഹ്, അല്ലാഹു തആല നമ്മുടെ ദീനിൽ മരണം വരെ ഉറപ്പിച്ചു നിർത്തുമാറാകട്ടെ. അപ്പോ ഇസ്തിഖാമത്തിനെ കുറിച്ച് അറിയുമ്പോഴും അതിന്റെ അടിസ്ഥാനങ്ങളെ കുറിച്ച് അറിയുമ്പോഴും അതിനാവശ്യമായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ അതിനുവേണ്ടി പണിയെടുക്കാനും അതിനെക്കുറിച്ച് അറിയാനും എല്ലാം നമുക്ക് സാധിക്കുക. ഇതിൽ 10 ഖായിദകളായിട്ടാണ് ഷെയ്ഖ് ഹഫിളഹുല്ലാഹ് ഈ റിസാലയിൽ കൊടുത്തിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ ഖായിദ, അൽ ഖായിദത്തുൽ ഊല, അൽ ഇസ്തിഖാമത്തു മിന്നത്തുൻ ഇലാഹിയ്യത്തുൻ വഹിബത്തുൻ റബ്ബാനിയ്യത്തുൻ. ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന മഹത്തായ അനുഗ്രഹവും മഹത്തായ ഔദാര്യവുമാണ്. ഇത് ഇസ്തിഖാമത്തിനെ കുറിച്ച് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. നമ്മുടെ ഒരാളുടെയും കഴിവ് കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ഒരാളുടെയും കുടുംബ പാരമ്പര്യം കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ഒരാളുടെയും സമ്പത്ത് കൊണ്ടോ അധികാരം കൊണ്ടോ പ്രശസ്തി കൊണ്ടോ അല്ല
എന്ത് ലഭിക്കുന്നത്? ഇസ്തിഖാമത്ത് ലഭിക്കുന്നത്, നേരായ പാതയിലേക്ക് വഴി കാണിക്കപ്പെടുന്നതും അതിൽ നേരെ ചൊവ്വേ നിലകൊള്ളാൻ സാധിക്കുന്നതും അള്ളാഹുവിന്റെ ഔദാര്യം മാത്രമാണ്. അള്ളാഹു നൽകുന്ന ഔദാര്യം മാത്രമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ധാരാളം ആയത്തുകളിലൂടെ ആ കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ട്. ചില ആയത്തുകൾ സൂറത്തുൻ നിസായിൽ കാണാം, വലൗ അന്നഹും ഫഅലു മാ യുഅദൂന ബിഹി ലകാന ഖൈറൻ ലഹും വഅശദ്ദ തസ്ബീത. അല്ലാഹു പറയാണ്, അവരോട് ഉപദേശിക്കപ്പെട്ട കാര്യങ്ങൾ അവരത് ചെയ്യുകയാണെങ്കിൽ അതാണ് അവർക്ക് ഖൈറായിട്ടുള്ളത്, അവരെ ഉറപ്പിച്ചു നിർത്തുന്നതും. വഇദൻ ലആതൈനാഹും മിൻ ലദുന്നാ അജ്റൻ അദീമ, അങ്ങനെ അവർ ചെയ്താൽ നമ്മിൽ നിന്നുള്ള മഹത്തായ പ്രതിഫലം അവർക്കുണ്ടാകും. വലഹദൈനാഹും സിറാത്തൻ മുസ്തഖീമ, നാം അവരെ സിറാത്ത് മുസ്തഖീമിലേക്ക് വഴി കാണിക്കുന്നതാണ് എന്ന് കാണാം. അതുപോലെ തന്നെ സൂറത്ത് യൂനുസിൽ വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം വയഹ്ദി മൻ യശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം. അല്ലാഹു അതാ സമാധാനത്തിന്റെയും സുരക്ഷയുടെയും ഭവനത്തിലേക്കാണ് ക്ഷണിക്കുന്നത്. അതുപോലെ അവൻ ഉദ്ദേശിക്കുന്നവരെ സിറാത്തുൽ മുസ്തഖീമിലേക്ക് വഴി കാണിക്കുകയും ചെയ്യുന്നു. സൂറത്തു നൂറിൽ അല്ലാഹു പറഞ്ഞു, വല്ലാഹു യഹ്ദി മൻ യശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം. അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നവരെ സിറാത്തുൽ മുസ്തഖീമിലേക്ക് വഴി കാണിക്കുന്നു. ധാരാളം ആയത്തുകൾ ഇതേ ആശയത്തിൽ ഖുർആനിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഒന്നാമതായി നമ്മൾ അംഗീകരിക്കേണ്ട, മനസ്സിലാക്കേണ്ട കാര്യം അള്ളാഹുവിൽ നിന്ന് മാത്രമാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് മാത്രം ലഭിക്കുന്ന ഔദാര്യവും അതുപോലെ തന്നെ മഹത്തായ ഒരു നിഅമത്തുമാണ് എന്ത്? ഇസ്തിഖാമത്ത് എന്നുള്ളത്. അതല്ലാതെ വേറൊന്നും കൊണ്ടും നമുക്ക് ലഭിക്കില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക് എന്ന് ദുആ ചെയ്തപ്പോൾ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ അവിടുന്ന് ചോദിച്ചു, യാ റസൂലല്ലാഹ് അവ ഇന്നൽ ഖുലൂബ ലതതഖല്ലബു, റസൂലേ ഖൽബ് മാറി മറിയോ എന്ന് ചോദിച്ചു. ഖൽബിന് ഒരു വട്ടം ഈമാനൊക്കെ ഉൾക്കൊണ്ടു, അപ്പോൾ പിന്നെ അതിനൊരു മാറ്റം വരാതെ നിൽക്കുന്നതാണോ, അതിങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി എന്താണ്? നഅം, അതെ. മാ മിൻ ഖൽഖില്ലാഹി മിൻ ബനി ആദമ മിൻ ബശരിൻ ഇല്ലാ അന്ന ഖൽബഹു ബൈന ഉസ്ബുഐനി മിൻ അസാബിഇല്ലാഹ്. ഒരു മനുഷ്യനുമില്ല അവന്റെ ഖൽബ് അല്ലാഹുവിന്റെ വിരലുകൾക്കിടയിലല്ലാതെ. ഫഇൻ ശാഅ അല്ലാഹു അഖാമഹു വഇൻ ശാഅ അസാഗഹു. അള്ളാഹു ഉദ്ദേശിച്ചാൽ അത് നേരാവണ്ണം അള്ളാഹു ഉറപ്പിച്ചു നിർത്തും, അതല്ല എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ചിലപ്പോൾ അതിനെ തെറ്റിച്ചു കളയും. അപ്പോൾ നമ്മൾ വളരെ മനസ്സിലാക്കേണ്ട കാര്യമാണ്, അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന മഹത്തായ ഔദാര്യമാണത്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ദുആകളിൽ ഫാത്തിഹയിലെ ദുആയിന് അപ്പുറത്തേക്ക് ഈ സിറാത്തുൽ മുസ്തഖീമിലേക്ക് വഴി കാണിക്കുന്നതിനെ കുറിച്ച് ചോദിക്കാറുണ്ടായിരുന്നു. സഹീഹ് മുസ്ലിമിലെ ഹദീസ് കാണാം. ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കപ്പെട്ടു, ബി അയ്യി ഷൈഇൻ കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഫ്തതിഹു സ്വലാതഹു മിനൽ ലൈൽ. എന്ത് ദുആ കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രി നിസ്കാരം ആരംഭിക്കാറുണ്ടായിരുന്നത്? ഖാലത്ത്, അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഇദാ ഖാമ മിനൽ ലൈലി ഇഫ്തതഹ സ്വലാതഹു. രാത്രി നിസ്കരിക്കാൻ എഴുന്നേറ്റാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം ആരംഭിക്കും ഈ ദുആ പറഞ്ഞുകൊണ്ട്, അല്ലാഹുമ്മ റബ്ബ ജിബ്രീല വ മീകാഈല വ ഇസ്റാഫീൽ. ജിബ്രീലിന്റെയും മീകായിലിന്റെയും ഇസ്റാഫിന്റെയും റബ്ബായ അല്ലാഹുവേ, ഫാത്തിറസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ മുൻമാതൃകയില്ലാതെ സൃഷ്ടിച്ചവനെ, ആലിമൽ ഗൈബി വശഹാദ, അദൃശ്യവും ദൃശ്യവും വ്യക്തമായി അറിയുന്നവനെ, അൻത തഹ്കുമു ബൈന ഇബാദിക ഫീമാ കാനു ഫീഹി യഖ്തലിഫൂൻ, അടിമകൾക്കിടയിൽ അവർ അഭിപ്രായ വ്യത്യാസത്തിലായിട്ടുള്ള വിഷയങ്ങളിൽ നീയാണ് വിധി കൽപ്പിക്കുന്നവൻ. ഇഹ്ദിനി ലിമഖ്തലഫ്തു ഫീഹി മിനൽ ഹഖ് ബിഇദ്നിക്, നീ എനിക്ക് വഴി കാണിക്കണം, ഒരു അഭിപ്രായ വ്യത്യാസത്തിലായിട്ടുള്ള വിഷയത്തിൽ ഹഖിലേക്ക് വഴി കാണിക്കണം. ഇന്നക തഹ്ദീ മൻ തശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം, നീ ഉദ്ദേശിക്കുന്നവരെ സിറാത്തുൽ മുസ്തഖീമിലേക്ക് വഴി കാണിക്കുന്നത് നീയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദുആ കൊണ്ട് ആരംഭിക്കാറുണ്ട്. അപ്പോ നമ്മൾ പറഞ്ഞു, നമ്മുടെ മേലെ നിർബന്ധമായിക്കൊണ്ട് ദുആ ആയിക്കൊണ്ട് നിർബന്ധമാക്കിയിട്ടുള്ള കാര്യമാണ് എന്ത്? ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. നമ്മൾ ഓരോ നിസ്കാരത്തിലും മനസ്സിലാക്കണം, ഫാത്തിഹ പാരായണം ചെയ്യാതെ നിസ്കാരമല്ല.
ഫാത്തിഹയിൽ ഈ ദുആ ആണ് ഫാത്തിഹയുടെ ഏറ്റവും മധ്യമായിട്ടുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് പറഞ്ഞു, ഉമിറൽ അബ്ദു ബിദവാമി ദുആഇല്ലാഹി സുബ്ഹാനഹു ബിൽ ഹിദായത്തി ഇലൽ ഇസ്തിഖാമ. അടിമയോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു സ്ഥിരമായി ഇസ്തിഖാമത്തിനു വേണ്ടി അള്ളാഹുവിനോട് തേടാൻ വേണ്ടിയിട്ട് എന്ന് കാണാൻ സാധിക്കും. ഹസൻ അൽ ബസ്രി റഹിമഹുല്ലാഹ് അദ്ദേഹം ഈ ആയത്ത് പാരായണം ചെയ്താൽ, ഏത് ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമു എന്ന ആയത്ത് പാരായണം ചെയ്താൽ അദ്ദേഹം പറയാറുണ്ട്, അല്ലാഹുമ്മ അൻത റബ്ബുന ഫർസുഖ്നൽ ഇസ്തിഖാമ. അല്ലാഹുവേ, നീയാണ് ഞങ്ങളുടെ റബ്ബ്, ഞങ്ങൾക്ക് നീ ഇസ്തിഖാമത്ത് നീ നൽകണമേ എന്ന് അദ്ദേഹം ദുആ ചെയ്യാറുണ്ടായിരുന്നു. ഒന്നാമത്തെ ഖായിദ, ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന, അള്ളാഹുവിൽ നിന്ന് മാത്രം ലഭിക്കുന്ന, വേറെ ഒന്നും കൊണ്ടല്ല, അള്ളാഹു തആല ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു നൽകുന്ന മഹത്തായ അനുഗ്രഹവും ഔദാര്യവുമാണ് ദീനിൽ നേരെ ചൊവ്വെ നിലനിൽക്കാൻ സാധിക്കുക എന്നുള്ളത്. അപ്പൊ അള്ളാഹുവിനോട് നമ്മൾ അതിനെ ധാരാളമായി തേടണം. അൽ ഖാഇദത്തു സാനിയ, രണ്ടാമത്തേത്, ഹഖീഖത്തുൽ ഇസ്തിഖാമത്തി ലുസൂമുൽ മൻഹജിൽ ഖവീം വസ്സിറാത്തുൽ മുസ്തഖീം. ഇസ്തിഖാമത്തിന്റെ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ നേരെ ചൊവ്വയുള്ള മൻഹജ്, ശരിയായിട്ടുള്ള മൻഹജ്, പാത, ദീനിന്റെ മാർഗം, അതിൽ ഉറച്ചു നിൽക്കലാണ് ഇസ്തിഖാമത്തിന്റെ യാഥാർത്ഥ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇസ്ലാം എന്ന് പറയുമ്പോൾ പല ആളുകൾക്കും പല ധാരണകൾ ഉണ്ടാകും. ഏതാണ് ശരി എന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്ത രീതിയിൽ പല രീതിയിൽ ഇസ്ലാമിന്റെ ആളുകൾ വേർതിരിഞ്ഞത് കാണാൻ സാധിക്കും. അതിൽ നേരെ ചൊവ്വയുള്ള പാതയിലാണ് ഉറച്ചു നിൽക്കേണ്ടത്. ഏതാണത്? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ മുറുകെ പിടിച്ച് സ്വഹാബികളും ആ സ്വഹാബികളെ പിൻപറ്റിയ താബിഈങ്ങളും മുൻകടന്നു പോയിട്ടുള്ള ആ മൻഹജുസ് സലഫ്, ആ നേരായ മാർഗം, അതാണ് യാഥാർത്ഥ്യമായിട്ടുള്ളത്. അതിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന്റെ അടിസ്ഥാനം എന്താണ്? തൗഹീദും സുന്നത്തുമാണ്. തൗഹീദും സുന്നത്തുമാണ്. നമുക്ക് കാണാം, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ ആയത്തിനെ ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമു അതിനെ തഫ്സീർ ചെയ്യുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഹുമുൽ ലദീന ലം യുശ്രികൂ ബില്ലാഹി ഷൈആ, അവർ ഒന്നിനെയും അല്ലാഹുവിൽ പങ്കു ചേർക്കാത്ത ആളുകളാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അതിനെ തഫ്സീർ ചെയ്ത് കാണാം, ലം യറൂഹു റവ്ഗാന അസ്സഅലബ്, കുറുക്കൻ മാറുന്നത് പോലെ, കുറുക്കന്റെ ഓരോ കാര്യങ്ങൾ മാറി ഇതാവുന്നത് പോലെ മാറാതെയുള്ളവരാണ് ഇസ്തിഖാമത്തുള്ളവരെന്ന് കാണാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ثم استقاموا എന്നതിനെ അലാ ഷഹാദതി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് കാണാം. മറ്റൊരു തഫ്സീറിൽ ഇസ്തഖാമു അലാ അദാഇ ഫറാഇദിഹി, ഫർളുകൾ നിർവഹിച്ചുകൊണ്ട് നേരെ ചൊവ്വേ നിലകൊള്ളുക എന്ന് പറഞ്ഞത് കാണാം. അബുൽ ഗാലിയ ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പറഞ്ഞു, ثم اخلصوا له الدين والعمل, ദീനിനെയും കർമ്മങ്ങളെയും ഇഖ്ലാസോട് കൂടി കൊണ്ടു നടക്കുന്നവർ എന്ന് കാണാം. മറ്റു ചില തഫ്സീറുകളിൽ ഖതാദ റഹിമഹുല്ലാഹ് പറഞ്ഞു, ഇസ്തഖാമു അലാ തആത്തില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അനുസരിക്കുന്നതിൽ നേരെ ചൊവ്വേ നിലകൊള്ളുക എന്ന് കാണാം. അപ്പോ നേരായ പാത, തൗഹീദിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിലുള്ള മാർഗത്തിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ് ഇസ്തിഖാമത്തിന്റെ യാഥാർത്ഥ്യം. ഇനി ഇസ്തിഖാമത്തിനെ കുറിച്ച്, എന്താണ് ഇസ്തിഖാമത്ത് എന്നത്, ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ജാമിഉൽ ഉലൂമി വൽ ഹിക്കം എന്ന കിതാബിൽ അദ്ദേഹം ഇസ്തിഖാമത്തിനെ വിശദീകരിക്കുന്നുണ്ട്. വൽ ഇസ്തിഖാമത്തു, ഇസ്തിഖാമത്ത് എന്നാൽ ഹിയ സുലൂഖുസ് സിറാത്തിൽ മുസ്തഖീം, നേരായ ആ മാർഗത്തിനാണ് ഇസ്തിഖാമത്ത് എന്ന് പറയുന്നത്, അതിൽ സഞ്ചരിക്കുന്നതിനാണ്. വഹുവ ദീനുൽ ഖയ്യിമു മിൻ ഗൈരി തഅരീജിൻ അൻ യമനതൻ വലാ യസ്റതൻ, അത് നേരെ ചൊവ്വയുള്ള ദീനാണ്. വലത്തോട്ടാവട്ടെ ഇടത്തോട്ടാവട്ടെ ഒരു ചെരിവ് വരാതെ, ഒരു തെറ്റൽ വരാതെ നേരെ ചൊവ്വേ നിൽക്കുക. വയശ്മലു ദാലിക ഫിഅല ത്വാആതി കുല്ലിഹാ, അതിൽ എന്തെല്ലാം കൽപ്പനകൾ അള്ളാഹു പറഞ്ഞിട്ടുണ്ടോ അതിനെല്ലാമുള്ള അനുസരണം അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. അല്ലാഹിറത വൽ ബാത്തിന, ബാഹ്യമായ കർമ്മങ്ങളാവട്ടെ ഖൽബുമായി ബന്ധപ്പെട്ടതാവട്ടെ. വതർക്കൽ മൻഹിയാതി കുല്ലിഹാ കദാലിക്, അതുപോലെ തന്നെ വിരോധിച്ച കാര്യങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കുക. ഫസാറത് ഹാദിഹിൽ വസിയ്യതു ജാമിഅതൻ ലിഖിസാലിദ് ദീനി കുല്ലിഹാ, അങ്ങനെ ഇതെല്ലാം ഉൾക്കൊള്ളുന്ന, ദീനിന്റെ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുന്നതിനാണ് അൽ ഇസ്തിഖാമത്ത് എന്ന് പറയുന്നത് എന്ന് ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ് അതിനെ വിശദീകരിച്ച് കാണാം. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞു, ഫൽ ഇസ്തിഖാമത്തു കലിമത്തുൻ ജാമിഅത്തുൻ ആഖിദത്തുൻ ബിമജാമിഇദ് ദീൻ,
ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞാൽ ദീനിന്റെ എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു വാക്കാണ് ഇസ്തിഖാമത്ത്. വഹിയ അൽ ഖിയാമു ബൈന യദയില്ലാഹി അലാ ഹഖീഖത്തി സിദ്ഖി വൽ വഫാഇ ബിൽ അഹദ്. അത് അല്ലാഹുവിന് മുമ്പിൽ പൂർണ്ണമായ സത്യസന്ധതയോടുകൂടിയും കരാറുകൾ പൂർത്തീകരിച്ചും നിൽക്കുന്നതിനാണ് ആ ഇസ്തിഖാമത്ത് എന്ന് പറയുന്നത്. അപ്പൊ ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞാൽ തൗഹീദിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ആ ദീനിന്റെ കൽപ്പനകൾ മുഴുവൻ അനുസരിക്കുന്നതും വിരോധനങ്ങൾ ഒഴിവാക്കുകയും ചെയ്തുകൊണ്ട് അതിൽ ഉറച്ചു നിൽക്കുന്നതിനാണ് ഇസ്തിഖാമത്ത് എന്ന് ഉദ്ദേശിക്കുന്നത്. അതാണ് ഇസ്തിഖാമത്ത് കൊണ്ട് മനസ്സിലാക്കേണ്ട രണ്ടാമത്തെ കാര്യം. അടുത്ത ഖായിദ അൽ ഖായിദത്തു സാലിസ, മൂന്നാമത്തേത് അസ്ലുൽ ഇസ്തിഖാമത്തി ഇസ്തിഖാമത്തുൽ ഖൽബ്. ഇസ്തിഖാമത്തിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ഒരാളുടെ ഖൽബിന് ഇസ്തിഖാമത്ത് ഉണ്ടാവുക എന്നുള്ളതാണ്. അവന്റെ ഖൽബ് നേരെ ചൊവ്വേ നിൽക്കുക എന്നുള്ളതാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ ഇമാം അഹ്മദ് ഉദ്ധരിച്ചിട്ടുള്ള അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യസ്തഖീമു ഈമാനു അബ്ദിൻ ഹത്താ യസ്തഖീമ ഖൽബുഹു. ഒരു അടിമയുടെയും ഈമാൻ നേരെ ചൊവ്വേ ആവുകയില്ല അവന്റെ ഖൽബ് നേരെ ചൊവ്വയാകാതെ. അവന്റെ ഖൽബ് നേരെ ചൊവ്വയാകാതെ ബാഹ്യമായിട്ടുള്ള കർമ്മങ്ങൾ കൊണ്ട് നേരെ ചൊവ്വേ ആയാൽ മാത്രം അയാൾ എന്താവില്ല, അയാൾ ഇസ്തിഖാമത്തിലാവില്ല. അവന്റെ ഖൽബിന്റെ വിശ്വാസവും ഖൽബിന്റെ പ്രവർത്തനങ്ങളും നേരെ ചൊവ്വേ ആകുമ്പോഴാണ് അവന്റെ ആ ഇസ്തിഖാമത്ത് ഏറ്റവും പൂർണ്ണമായ രൂപത്തിൽ ആവുക എന്ന് നമുക്ക് മനസ്സിലാക്കാം. ജാമിഉൽ ഉലൂമുൽ ഹികമിൽ തന്നെ ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, ഫമതസ്തഖാമൽ ഖൽബു അലാ മഅരിഫത്തില്ലാഹ്. എപ്പോഴാണോ ഒരടിമയുടെ ഖൽബ് അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവിലും വഅലാ ഖശ്യതിഹി അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയത്തിലും വഇജ്ലാലിഹി വമഹാബതിഹി വമഹബ്ബതിഹി അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുന്നതിലും അള്ളാഹുവിനോടുള്ള ഇഷ്ടത്തിലും വഇറാദതിഹി വറജാഇഹി വദുആഇഹി അവന്റെ ആവശ്യത്തിലും പ്രതീക്ഷയിലും തേട്ടത്തിലും വതവക്കുലി അലൈഹി അള്ളാഹുവിൽ ബരമേൽപ്പിക്കുന്നതിലുമെല്ലാം നേരെ ചൊവ്വയാകുന്നത്. അതുപോലെ തന്നെ വലിയ അറാദി അമ്മാ സിവാഹ് അള്ളാഹുവിന് പുറമേയുള്ള മറ്റ് എല്ലാത്തിൽ നിന്നും പിന്തിരിഞ്ഞ് ഇസ്തിഖാമത്തിൽ ജവാരിഹു കുല്ലുഹാ അലാ തുഅഅതിഹി. അങ്ങനെയാകുമ്പോൾ അവന്റെ അവയവങ്ങൾ മൊത്തം അള്ളാഹുവിനുള്ള അനുസരണത്തിൽ ഇസ്തിഖാമത്തിലാകും. ഫഇന്നൽ ഖൽബ ഹുവ മലികുൽ അഅ്ളാ. അവയവങ്ങളുടെ രാജാവ് അത് ഖൽബാണ്. വഹിയ ജുനൂദുഹു അവയവങ്ങൾ ഖൽബിന്റെ സൈന്യമാണ്. ഫഇദാ ഇസ്തഖാമൽ മലിക് രാജാവ് നേരെ ചൊവ്വയായാൽ ഇസ്തഖാമത് ജുനൂദുഹു വറആയാഹു അവന്റെ സൈന്യം മൊത്തം എന്താകും, നേരെ ചൊവ്വേ നിൽക്കും. അപ്പൊ ഖൽബിന്റെ അവസ്ഥ നമ്മൾ എപ്പോഴും പരിശോധിക്കേണ്ട കാര്യമാണ്. നമ്മൾ ശരീരത്തിന്റെ രോഗങ്ങൾ നമ്മൾ പരിശോധിക്കും, ശരീരത്തിന്റെ ആരോഗ്യം നോക്കും, ശരീരത്തിന്റെ ആരോഗ്യത്തിന് ആവശ്യമായ കാര്യങ്ങൾ നമ്മൾ ചെയ്യും. പക്ഷേ യഥാർത്ഥ മുഅ്മിൻ മാത്രമാണ് അവന്റെ ഖൽബിന്റെ അവസ്ഥ പരിഗണിക്കുകയുള്ളൂ. എന്റെ ഖൽബ് രോഗബാധിതമാണോ, അതല്ല എന്റെ ഖൽബ് കടുത്തുപോയിട്ടുണ്ടോ, എന്റെ ഖൽബിന് ജീവനുണ്ടോ എന്നെല്ലാം ചിന്തിക്കുകയും പരിശോധിക്കുകയും അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക യഥാർത്ഥ മുഅ്മിൻ മാത്രമാണ്. മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ശരീരത്തിനുണ്ടാകുന്ന രോഗത്തിനേക്കാൾ അവൻ ഭയപ്പെടുന്നതും അവൻ ശ്രദ്ധിക്കുന്നതും അവന്റെ ഖൽബിന്റെ അവസ്ഥയാണ്. കാരണം ശരീരത്തിന്റെ രോഗങ്ങൾ എന്നുള്ളത് അതൊന്നും ശ്രദ്ധിക്കേണ്ടതെന്നല്ല, പക്ഷെ താരതമ്യം ചെയ്യുമ്പോൾ ദുനിയാവിൽ നിന്നാണ് അവനെ അകറ്റുക. എന്നാൽ ഖൽബിന് രോഗം ബാധിച്ചാൽ അവനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നും പരലോകത്തിൽ നിന്നും അവനെ അകറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വളരെ നമ്മൾ കേട്ട് പരിചയിച്ച ഹദീസാണ് നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നത്, ഇന്ന ഫിൽ ജസദി മുദ്ഗ ശരീരത്തിൽ ഒരു മാംസ കഷ്ണമുണ്ട്. ഇദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലുഹു അത് നന്നായാൽ ശരീരം മുഴുവൻ നന്നായി. വഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലുഹു അത് പിഴവിലായാൽ ശരീരം മുഴുവൻ പിഴക്കും. അലാ വഹിയൽ ഖൽബ് നിങ്ങൾ അറിയുക, മനസ്സിലാക്കുക, അത് ഖൽബാണ് എന്ന് കാണാൻ സാധിക്കും. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഒരു കിതാബുണ്ട്, ഇഗാസത്തുൽ ലഹ്ഫാൻ മിൻ മസാഇദിശ് ശൈത്താൻ. പിശാചിന്റെ കെണികളിൽ നിന്ന് ആ കെണികളിൽ അകപ്പെട്ട് മാനസികമായിട്ടും ഞെരുക്കത്തിൽ അനുഭവപ്പെടുന്ന ആൾക്കുള്ള സഹായം എന്നാണ് അതിന്റെ അർത്ഥം. അത് വളരെ പ്രശസ്തമായിട്ടുള്ള പല പണ്ഡിതന്മാരും ആ കിതാബിനെ പറ്റി പറയാറുള്ളത് ചില ബൈത്തുകളുണ്ട്. ബൈത്തിൽ പറയാറുണ്ട്, ഇദാ ശിഅത അൻ തൻജുവ മിനശ് ശൈത്താൻ ഫൽസം കിതാബ ഇഗാസത്തുൽ ലഹ്ഫാൻ. പിശാചിൽ നിന്ന് നീ രക്ഷപ്പെടണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇഗാസത്തുൽ ലഹ്ഫാൻ എന്നുള്ള കിതാബിനെ നീ മുറുകെ പിടിച്ചുകൊള്ളുക. അഥവാ അത് വായിക്കുകയും അതിലെ കാര്യങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക എന്നുള്ളത്. ആ കിതാബിന്റെ ആരംഭത്തിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, വലമ്മാ കാനൽ ഖൽബു ലിഹാദിഹിൽ അഅ്ദാഇ കൽ മലിക്.
ഖൽബ് എന്നത് ഈ അവയവങ്ങൾക്കൊരു രാജാവിനെ പോലെയാണ്. ഇതുകൊണ്ട് അൽ മുതസരിഫ്, എല്ലാവിധ അവയവങ്ങളുടെ മേലെയുള്ള നിയന്ത്രണമുള്ള, ഫിൽ ജുനൂദില്ലദീ തസ്ദുർ കുല്ലുഹാ അൻ അംരിഹി, ഖൽബിന്റെ കൽപ്പന അനുസരിച്ചിട്ടാണ് അവയവങ്ങൾ പ്രവർത്തിക്കുക. വയസ്തഅമിലുഹാ ഫീഹാ ശാഅ, അത് ഖൽബ് ഉദ്ദേശിക്കുന്ന അനുസരിച്ചിട്ടാണ് അവയവങ്ങൾ പ്രവർത്തിക്കുക. ഫകുല്ലുഹാ തഅത ഉബൂദിയതിഹി വഖഹ്രിഹി, ആ ഖൽബിന്റെ അടിമത്തത്തിലാണ് ബാക്കിയുള്ള അവയവങ്ങളൊക്കെ ഉള്ളത്. കൽബിന്റെ അടിമത്തത്തിലും നിയന്ത്രണത്തിലുമാണ് ബാക്കിയുള്ള അവയവങ്ങളുള്ളത്. وتكتسب منه الاستقامة والزيغ تتبعه فيما يعقده من العزم أو يحله. ആ കൽബ് നേരെ ചൊവ്വയാണെങ്കിൽ അവയവങ്ങൾ അതുപോലെ, അതല്ല എങ്കിൽ അവിടുന്ന് മാറി പിഴച്ചു പോകുന്ന അവസ്ഥയിൽ കൽബും മാറുന്നതാണ്. എന്നിട്ട് പറയാണ് ഹുവ മലിക്കുഹാ വഹിയൽ മുനഫിദതു ലമാ യഅ്മുറുഹാ ബിഹി അൽഖാബിലതു ലിമാ യഅതിഹാ മിൻ ഹദിയതിഹി ലാ യസ്തഖീമു ലഹാ ശൈഉ മിൻ അഅമാലിഹാ ഹത്താ തസ്ദുറ അൻ ഖസ്ദിഹി വനിയ്യതിഹി വൽ മസ്ഊലു അൻഹാ കുല്ലിഹാ. അഥവാ കൽബ് അതിന്റെ തീരുമാനത്തിന്റെയും ഉദ്ദേശത്തിന്റെയും അടിസ്ഥാനത്തിലാണ് അവയവങ്ങൾ മുഴുവൻ പ്രവർത്തിക്കുക. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പലപ്പോഴും നമുക്ക് തന്നെ തോന്നിപ്പോവും നമ്മുടെ അവയവങ്ങൾ നമുക്ക് നിയന്ത്രണത്തിനപ്പുറത്തേക്ക് പല കാര്യങ്ങളും ചെയ്തു പോകുന്നു, തിന്മകൾ സംഭവിക്കുന്നു, പാപങ്ങൾ വീഴുന്നു, കളവ് പറയുന്നു, അല്ലെങ്കിൽ ഗീബത്ത് പറയുന്നു, അല്ലെങ്കിൽ ഹറാമിലേക്ക് നോക്കുന്നു, അല്ലെങ്കിൽ ഹറാമായ കാര്യങ്ങൾ കേൾക്കുന്നു. അങ്ങനെ അവയവങ്ങൾ ഏതൊരു തിന്മയിലേക്ക് മുന്നിടുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ ഫസാദായിട്ടുള്ള നമ്മുടെ കൽബാണ്. നമ്മുടെ കൽബ് ഫസാദായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ശരീരങ്ങൾ നേരെ ചൊവ്വേ ദീനിന്റെ കൽപ്പനകൾക്ക് അനുസരിച്ചുകൊണ്ട് നിൽക്കാത്ത അവസ്ഥയിൽ ഉണ്ടാകുന്നത്. അപ്പൊ കൽബ് നേരെയാകുമ്പോഴാണ് ബാക്കി എല്ലാ രീതിയിലും എന്താവുക, നമുക്ക് രക്ഷ ലഭിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഇനിയും പറയാണ്, വലിഹാദാ ഖാല അല്ലാഹു തആല, ഈ കാരണം കൊണ്ടാണ് അല്ലാഹു പറഞ്ഞത്, യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. നാളെ പരലോകത്ത് ഒരാളുടെ സമ്പത്തോ സന്താനങ്ങളോ ഉപകരിക്കുകയില്ല അള്ളാഹുവിനടുക്കൽ സലീമായ സുരക്ഷിതമായ കൽബ് കൊണ്ട് വന്നവനല്ലാതെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യാറുണ്ട്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൽബൻ സലീമ. വലിയൊരു ദുആന്റെ അവസാന ഭാഗത്തുള്ളതാണ്, അല്ലാഹുവേ ഞാൻ നിന്നോട് സലീമായ എല്ലാ ന്യൂനതകളിൽ നിന്നും സുരക്ഷിതമായിട്ടുള്ള ഒരു കൽബിനെ ഞാൻ ചോദിക്കുന്നു എന്നത്. അപ്പോ ഈ ഖായിദയിൽ പറയുന്ന വിഷയം എന്താണ്? കൽബ് നേരെ ചൊവ്വേ ആവുക എന്നുള്ളതാണ് നമ്മുടെ ദീനും നമ്മുടെ അവയവങ്ങളും എല്ലാം നേരെ ചൊവ്വേ നിൽക്കാനുള്ള അടിസ്ഥാനം. കൽബിന്റെ ആരോഗ്യം നാം എപ്പോഴും ശ്രദ്ധിക്കണം. അടുത്തത് അൽ ഖാഇദത്തു റാബിഅ الاستقامة المطلوبة من العبد هي السداد فإن لم يقدر فالمقاربة. നാലാമത്തെ ഖായിദ പറയുന്നത്, ഇസ്തിഖാമത്ത് കൊണ്ട് അടിമയിൽ നിന്ന് തേടുന്ന ആവശ്യപ്പെടുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നേരെ ചൊവ്വയുള്ള പാതയിൽ നിൽക്കുക എന്നുള്ളതാണ്. ഒരു തെറ്റും വരാതെ അതിൽ നേരെ ചൊവ്വയെ തന്നെ നിൽക്കുക, എല്ലാ കൽപ്പനകളും അനുസരിച്ച് എല്ലാ തിന്മകളും വിരോധിച്ച് നിൽക്കുക എന്നുള്ളതാണ്. എന്നിട്ട് പറയാം ഫഇൻ ലം യഖ്ദിർ ഫൽമുഖാറബതു. ഇനി അവൻ അതിന് സാധിക്കുന്നില്ല പൂർണ്ണമായി, ഇടയ്ക്ക് ചില തെറ്റുകൾ സംഭവിച്ചു പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഫർളുകൾ ചെയ്യുന്നതിലോ അതിലൊക്കെ വീഴ്ച സംഭവിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ അവൻ എന്ത് ചെയ്യണം? അതിനോട് ഏറ്റവും യോജിച്ച രീതിയിൽ നിൽക്കണം. അഥവാ പാപങ്ങൾ സംഭവിച്ചു പോയാൽ തൗബ ചെയ്ത് മടങ്ങി വീണ്ടും ആ ഇസ്തിഖാമത്തിന്റെ പാതയിലേക്ക് എത്തണം. അതല്ല എന്തെങ്കിലും ഫർളുകളിൽ കുറവ് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ നേരെ ചൊവ്വ ചെയ്ത് വീണ്ടും ഇസ്തിഖാമത്തിന്റെ പാതയിൽ എത്തണം. അതായത് ഇസ്തിഖാമത്ത് കൊണ്ട് തേടുന്നത് ഒരു തെറ്റും വരാതെ നിൽക്കണം എന്നുള്ളതാണ്. എന്നാൽ മനുഷ്യരാണ്, എന്തെങ്കിലും കുറവുകളും തെറ്റുകളും വന്നാൽ വീണ്ടും തിരിച്ച് അതിലേക്ക് തന്നെ എത്തണം. ഈ ഒരു ആശയവുമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് സഹീഹ് ബുഖാരിയിൽ കാണാം, ഇന്നദ്ദീന യുസ്റുൻ, ദീന് എളുപ്പമുള്ള ഒരു കാര്യമാണ്. വലൻ യുശാദ്ദ ദീന അഹദുൻ ഇല്ലാ ഗലബഹു, ഒരാളും ദീനിനെ കടുപ്പമാക്കില്ല അവനെ ആ ദീന് മറികടക്കാതെ. ദീന് എളുപ്പമുള്ള ദീനിനെ അവന് സാധിക്കാത്ത രീതിയിൽ അവൻ കടുപ്പമാക്കി തുടങ്ങിയാൽ, സാധിക്കാത്ത രീതിയിൽ കർമ്മങ്ങൾ ചെയ്യുക, സാധിക്കാത്ത രീതിയിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ദീനിന്റെ കാര്യങ്ങൾ മുന്നിടുക, അങ്ങനെ ചെയ്താൽ ആ ദീൻ അവനെ മറികടക്കും. അവന് പിന്നെ അത് കൊണ്ടു നടക്കാൻ പറ്റാത്ത അവസ്ഥ വരും. ഫസദ്ദിദു വഖാരിബു, നിങ്ങൾ നേരെ ചൊവ്വയെ നിലനിൽക്കുക. ഇനി അതിലെന്തെങ്കിലും വീഴ്ച വരുമ്പോൾ, കുറവ് വരുമ്പോൾ, വഖാരിബു, അതിനോട് അടുത്ത അവസ്ഥയിൽ തന്നെ നിൽക്കുക. വബിശിറു, നിങ്ങൾ ഏറ്റവും നല്ല സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട അവസ്ഥയിൽ മുന്നിടുക എന്ന് പറഞ്ഞത് കാണാം. അപ്പൊ ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞാൽ മുഴുവനായും നേരെ ചൊവ്വയെ നിലകൊള്ളണം. പക്ഷെ എന്തെങ്കിലും ചില വീഴ്ചകൾ വരികയാണെങ്കിൽ എന്തു ചെയ്യുക? അതിനെ ആ നേരായ പാതയിൽ നിൽക്കാൻ വേണ്ടി വീണ്ടും പരിശ്രമിച്ചെത്തുക എന്നുള്ളതാണ്.
ഇതിനും നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണം. അലി റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെട്ടു, ഒരു ദുആ പഠിപ്പിച്ചു തരാൻ, എനിക്ക് അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ ഒരു ദുആ പഠിപ്പിച്ചു തരണം എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അല്ലാഹുമ്മ ഹ്ദിനി വസദ്ദിദ്നി, അള്ളാഹു എനിക്ക് നീ ഹിദായത്ത് നൽകണം, ആ ഹിദായത്തിൽ നേരെ ചൊവ്വയെ ഉറച്ചു നിൽക്കുന്ന ഒരവസ്ഥയിൽ എന്നെ ആക്കുകയും വേണം എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? നമ്മൾ പരമാവധി ജിഹാദ് ചെയ്യണം. അഥവാ നമ്മുടെ നഫ്സിനെയും നമ്മുടെ സ്വന്തത്തിനെയും ഈ ഇസ്തിഖാമത്തിന്റെ പാതയിൽ നിലനിർത്താനുള്ള എല്ലാ മാർഗവും നമ്മൾ സ്വീകരിക്കണം. ഇനി അതിൽ വീഴ്ച വരുമ്പോൾ നമ്മൾ അതിനെ പരിഹരിക്കാൻ ശ്രമിക്കണം. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ഫുസ്സിലത്തിൽ ഫസ്തഖീമു ഇലൈഹി വസ്തഗ്ഫിറൂഹു, നിങ്ങൾ അള്ളാഹുവിലേക്ക് നേരെ ചൊവ്വേ നിലകൊള്ളുക, ഇസ്തിഗ്ഫാർ തേടുക എന്ന് പറഞ്ഞു. ഇതിൽ ആദ്യം ഇസ്തിഖാമത്തിനെ പറ്റി പറഞ്ഞിട്ട് പിന്നീട് എന്ത് പറഞ്ഞതാണ്? ഇസ്തിഗ്ഫാർ തേടണം എന്നാണ് പറഞ്ഞത്. എന്താ അങ്ങനെ പറയാനുള്ള കാരണം? ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പറയാണ്, ഇശാറത്തുൻ ഇലാ അന്നഹു ലാ ബുദ്ദ മിൻ തഖ്സീർ ഫിൽ ഇസ്തിഖാമത്തിൽ മഅ്മൂർ ബിഹാ, ഇത് സൂചിപ്പിക്കുന്നത് ഇസ്തിഖാമത്തിലാകണമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഇസ്തിഗ്ഫാർ തേടണമെന്ന് പറഞ്ഞതിനുള്ള കാരണം ഉറപ്പായിട്ടും ഒരു മനുഷ്യന് കുറവുകൾ സംഭവിക്കും. നേരെ ചൊവ്വേ നിലനിൽക്കുന്നതിൽ അവന് കുറവുകൾ സംഭവിക്കും, അവന്റെ മേലെ കൽപ്പിക്കപ്പെട്ട വിഷയങ്ങളിൽ. ഫയുജ്ബറു ദാലിക ബിൽ ഇസ്തിഗ്ഫാറിൽ മുഖ്തളി ലിത്തൗബ, അതിനെ അവൻ പരിഹരിക്കേണ്ടത് എങ്ങനെയാണ്? ഇസ്തിഗ്ഫാർ കൊണ്ടും അത് നിർബന്ധമാക്കുന്ന തൗബ കൊണ്ടുമാണ്. വറുജൂഉ ഇലൽ ഇസ്തിഖാമ, വീണ്ടും ഇസ്തിഖാമത്തിലേക്ക് മടങ്ങിക്കൊണ്ടാണ്. ഫഹുവ ഖൗലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഏതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത്തഖില്ലാഹ ഹൈതുമാ കുൻത, എവിടെയായിരുന്നാലും നീ അള്ളാഹനെ സൂക്ഷിക്കണം. രണ്ടാമത് പറഞ്ഞ എന്താ? വഅത്ബിഇസ് സയ്യിഅത്തൽ ഹസനത തംഹുഹാ, നീ പാപങ്ങൾ നന്മ കൊണ്ട് എന്ത് ചെയ്യണം? പിന്തുടരണം. ആ നന്മകൾ പാപത്തെ മായ്ച്ചു കളയും. അപ്പൊ എവിടെയായിരുന്നാലും അള്ളാഹനെ സൂക്ഷിക്കണം എന്നും പറഞ്ഞിട്ട് അവിടെ നിർത്തിയാൽ മതി. രണ്ടാമത് പാപം സംഭവിച്ചാൽ പരിഹാരം പറയേണ്ട ആവശ്യമുണ്ടോ? എന്തുകൊണ്ടാ പറഞ്ഞത്? മനുഷ്യനാണ്, പാപങ്ങൾ സംഭവിച്ചു പോകും, വീഴ്ചകൾ സംഭവിച്ചു പോകും. പക്ഷെ എന്ത് ചെയ്യണം? ഒരാള് വീഴ്ചകൾ സംഭവിച്ചു പോയി, ഞാൻ അങ്ങനെ തന്നെ ജീവിക്കുക എന്നാണോ? അല്ല, ഒരിക്കലും അല്ല. എത്ര വലിയ പാപം സംഭവിച്ചാലും എത്ര വലിയ അബദ്ധം നമുക്ക് സംഭവിച്ചാലും തിരിച്ചു വരണം. തിരിച്ച് നമുക്ക് എന്താണോ പരിഹരിക്കാൻ പറ്റുക, നമ്മൾ അള്ളാഹുവിലേക്ക് മടങ്ങിക്കൊണ്ടേയിരിക്കണം. അതുകൊണ്ടാണ് തൗബ എല്ലാവരുടെ മേലെയും എപ്പോഴും നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. എപ്പോഴും നമ്മൾ ചെയ്യേണ്ട ഒരു ഇബാദത്താണ് തൗബ എന്നുള്ളത്. അപ്പോ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ, പാപങ്ങൾ സംഭവിച്ചു പോയാലും തിരിച്ച് വരണം. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്തഖീമു വലൻ തുഹ്സൂ, നിങ്ങൾ നേരെ ചൊവ്വേ നില നിൽക്കുക. വലൻ തുഹ്സൂ, നിങ്ങൾ ആ നേരെ ചൊവ്വയാണോ, അതിന് പ്രതിഫലം എത്രയാണ്, അതൊക്കെ എണ്ണി തിട്ടപ്പെടുത്തി അതിങ്ങനെ എപ്പോഴും പരിശോധിച്ച് നിങ്ങൾ ചെയ്യരുത്. കാരണം പൂർണ്ണമായി അതിൽ എപ്പോഴും ഉറച്ചു നിൽക്കാൻ നിങ്ങൾക്ക് പറ്റിക്കൊള്ളുന്നില്ല. വഅലമു അന്ന ഖൈറ അഅമാലികും അസ്സലാ വലാ യുഹാഫിദു അലൽ വുദൂഇ ഇല്ലാ മുഅ്മിൻ, വേറൊരു കാര്യം ആ ഹദീസിൽ പറഞ്ഞതാണ്. അപ്പോ ഇവിടെ പറഞ്ഞിട്ടുള്ള വേറെ ഹദീസിൽ പറഞ്ഞു, സദ്ദിദു വഖാരിബു, നിങ്ങൾ നേരെ ചൊവ്വേ ആ പാതയിൽ നിൽക്കുക, അല്ലെങ്കിൽ അതിനോട് അടുത്ത് നിൽക്കുക. അതായത് നേരെ ചൊവ്വേ നിൽക്കുന്നിടത്ത് എന്തെങ്കിലും വീഴ്ച വന്നാൽ അടുത്ത് നിൽക്കുക എന്ന് പറഞ്ഞാൽ അതിനെ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് വരാൻ വേണ്ടി നമ്മൾ പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക എന്നാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം. അപ്പോൾ ഇതാണ് നാലാമത്തെ ഖായിദ. നാലാമത്തെ ഖായിദ എന്താണ്? ഇസ്തിഖാമത്തിൽ പൂർണ്ണമായി നിൽക്കാൻ നമ്മൾ പരിശ്രമിക്കണം. വീഴ്ചകൾ വന്നാൽ വീണ്ടും അതിലേക്ക് തിരിച്ചു വരാനുള്ള പരിശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തുണ്ടാവണം. അതാണ് ഇസ്തിഖാമത്തോട് ഉദ്ദേശിക്കുന്നത്. ചില ആളുകൾ വളരെയധികം അതിനെ തെറ്റിദ്ധരിക്കാറുണ്ട്. ദീനനുസരിച്ച് ജീവിക്കുന്ന ആളുകൾ, അവർക്ക് എന്തെങ്കിലും ഒരു വീഴ്ച വന്നാൽ അവൻ പഴച്ചുപോയി, അവനിനി ഒരിക്കലും തിരിച്ച് നേരെ ചൊവ്വയാകില്ല എന്ന രീതിയിൽ ആളുകൾ കണക്കുകൂട്ടാറുണ്ട്. ഒരിക്കലുമല്ല. എന്താ ചെയ്യേണ്ടത്? അവരെ നേരായ മാർഗത്തിലേക്ക് ക്ഷണിക്കുകയാണ് വേണ്ടത്. അതിനുള്ള മാർഗത്തിലേക്ക് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. ഈമാൻ ഉള്ളവനാണെങ്കിൽ ഓർമ്മപ്പെടുത്തലുകൾ അവർക്ക് ഉപകരിക്കും. അഞ്ചാമത്തേത് അൽ ഖായിദത്തുൽ ഖാമിസ, അഞ്ചാമത്തെ ഖായിദ, അൽ ഇസ്തിഖാമത്തു തതഅല്ലഖു ബിൽ അഖ്വാലി വൽ അഫ്ആലി വൻ നിയ്യാത്ത്. ഇസ്തിഖാമത്ത് എന്നുള്ളത് വാക്കും പ്രവർത്തനവും ഉദ്ദേശങ്ങളും ഉൾക്കൊള്ളുന്നതാണ്. നേരത്തെ ഖൽബിന്റെ കാര്യം പറഞ്ഞു. ഇവിടെ പറയുന്നത് ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞാൽ വാക്കുകൾ സംസാരങ്ങൾ അതിൽ വരുന്നുണ്ട്, വൽ അഫ്ആൽ പ്രവർത്തനങ്ങൾ അതിൽ വരുന്നുണ്ട്, വൻ നിയ്യാത്ത് നിയ്യത്തുകൾ മനസ്സിന്റെ ഉദ്ദേശങ്ങളും അതിൽ വരുന്നുണ്ട്. നേരത്തെ പറഞ്ഞ ഹദീസിന്റെ ബാക്കിയിൽ നമുക്ക് കാണാം, ലാ യസ്തഖീമു ഈമാനു അബ്ദിൻ ഹത്താ യസ്തഖീമ ഖൽബുഹു,
ഒരടിമയുടെയും ഈമാൻ നേരെ ചൊവ്വയാകില്ല അവന്റെ ഖൽബ് നേരെ ചൊവ്വയാകാതെ. അതിന്റെ ബാക്കിയിൽ വലാ യസ്തഖീമു ഖൽബുഹു ഹത്താ യസ്തഖീമ ലിസാനുഹു, ഒരാളുടെ നാവ് നേരെ ചൊവ്വയാകാതെ അവന്റെ ഖൽബും നേരെ ചൊവ്വയാവുകയില്ല. ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ് പറയാണ്, വഅഅലമു മാ യുറാഇ ഇസ്തിഖാമതുഹു ബഅദൽ ഖൽബി മിനൽ ജവാരിഹി അൽ ലിസാൻ, ഖൽബിന് ശേഷം ഏറ്റവും ഇസ്തിഖാമത്ത് ആവശ്യമായിട്ടുള്ള ഒരു അവയവം അത് നാവാണ്. ഫഇന്നഹു തുർജുമാനുൽ ഖൽബ് വമുഅബ്ബിറു അൻഹു, കാരണം ആ ഖൽബിൽ നിന്ന് ഖൽബിന്റെ പരിഭാഷകൻ, ഖൽബിന്റെ കാര്യങ്ങൾ അറിയിക്കുന്ന കാര്യം അത് നാവാണ്. അത് നാവാണ്. ഒരാൾ എന്തിനെ കുറിച്ചിട്ടാണോ കൂടുതലായി സംസാരിക്കുന്നത്, എന്തിനെ കുറിച്ചിട്ടാണോ അവന്റെ നാവിനെ കൂടുതൽ ഉപയോഗിക്കുന്നത്, അതായിരിക്കും അവന്റെ ഖൽബിലുള്ളത്. ചില സലഫുകൾ പറഞ്ഞതുപോലെ ഖൽബ് ഒരു പാത്രമാണെങ്കിൽ അതിൽ നിന്ന് കോരിയെടുക്കാനുള്ള ഉപകരണമാണ് നാവ് എന്നത്. അപ്പോ ഖൽബ് നേരെ ചൊവ്വയായാൽ മാത്രം പോരാ, നാവ് നേരെ ചൊവ്വയാവുമ്പോഴാണ് അവന്റെ ശരീരം, അവന്റെ ഇസ്തിഖാമത്ത് ഏറ്റവും പൂർണ്ണതയിൽ എത്തുന്ന അവസ്ഥയിൽ ഉണ്ടാവുക. അപ്പൊ ഖൽബ് നേരെ ചൊവ്വയാകണമെന്നുള്ളതിന് നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹു ഹദീസ് നമ്മൾ പറഞ്ഞു. ഏത്? ഇന്ന ഫിൽ ജസ്ദി മുദ്ഗ എന്നുള്ള ഹദീസ്. എന്നാൽ നാവ് നേരെ ചൊവ്വയാകണം എന്നുള്ളതിനുള്ള ഒരു ഹദീസ് നമുക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, ഇദാ അസ്ബഹ ഇബ്നു ആദം, ഓരോ ദിവസവും മനുഷ്യൻ രാവിലെ ആയാൽ, ഫഇന്നൽ അഅ്ദാഅ കുല്ലഹാ തുകഫിറുൽ ലിസാൻ, ശരീരത്തിന്റെ അവയവങ്ങളെല്ലാം നാവിനോട് ആവശ്യപ്പെടും. ഫതഖൂൽ, നാവിനോട് പറയും എല്ലാവരും, ഇത്തഖില്ലാഹ് ഫീനാ, ഞങ്ങളുടെ കാര്യത്തിൽ നീ അല്ലാഹുവിനെ സൂക്ഷിക്കണം, ഞങ്ങളുടെ കാര്യത്തിൽ നീ അല്ലാഹുവിനെ സൂക്ഷിക്കണം. ഫഇന്നമാ നഹ്നു ബിക്, ഞങ്ങളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നീ എങ്ങനെയാണോ അതിന്റെ അവസ്ഥയിലായിരിക്കും. ഫൈൻ ഇസ്തഖംത ഇസ്തഖംനാ, നീ നേരെ ചൊവ്വയാണെങ്കിൽ ഞങ്ങൾ നേരെ ചൊവ്വയാകും. വൈൻ ഇഅ്വജജ്ത ഇഅ്വജജ്നാ, നീ പിഴവിലായാൽ ഞങ്ങളും അതുപോലെയാകും എന്ന് പറഞ്ഞത് കാണാം. അപ്പോ ഖൽബ് നേരെയാകണം, അതുപോലെ തന്നെ ഒരാളുടെ നാവ് നേരെയാകണം. അതുപോലെ തന്നെ ഖൽബ് നേരെയായി കഴിഞ്ഞാൽ അവന്റെ അവയവങ്ങൾ നന്നാവും, നേരെയാകും. അതുപോലെ തന്നെ നാവ് നേരെയായി കഴിഞ്ഞാൽ അവന്റെ അവയവങ്ങൾ നേരെ ചൊവ്വേ നിലനിൽക്കുന്ന അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക. അപ്പൊ നമ്മൾ ഇസ്തിഖാമത്തിലാകണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഖൽബിന് ശേഷം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ നാവാണ്. നമ്മൾ എന്ത് സംസാരിക്കുന്നു എന്നുള്ളത് ഗൗരവമുള്ള വിഷയമാണ്. എന്തിനെ പറ്റി സംസാരിക്കുന്നു എന്നുള്ളത്, അതെന്തിനാണ് നമ്മുടെ നാവിനെ നമ്മൾ ഉപയോഗിക്കുന്നത് എന്നത് നമ്മുടെ ഇസ്തിഖാമത്തിനെ ബാധിക്കുന്ന കാര്യമാണ്. ആറാമത്തെ ഖായിദ, അൽ ഖായിദത്തു സാദിസ, ലാ തകൂനു അൽ ഇസ്തിഖാമ ഇല്ലാ ലില്ലാഹ് വബില്ലാഹ് വഅലാ അംരില്ലാഹ്. ഇസ്തിഖാമത്ത് ഉണ്ടാവുകയില്ല, ഒരാൾക്ക് നേരെ ചൊവ്വേ ദീനിൽ നിലനിൽക്കാൻ സാധിക്കുകയില്ല, അള്ളാഹുവിനെ വേണ്ടിയല്ലാതെ, ബില്ലാ അള്ളാഹുവിനെ കൊണ്ടല്ലാതെ, അല അംരില്ല അള്ളാഹുവിന്റെ കൽപ്പനയിലായിക്കൊണ്ടല്ലാതെ. മൂന്ന് കാര്യങ്ങൾ ഉണ്ടെങ്കിലേ നമുക്ക് ഇസ്തിഖാമത്തോടു കൂടി ദീനിൽ ഉറച്ചു നിൽക്കാൻ, നേരെ ചൊവ്വേ നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ. ഒന്നാമത്തെ കാര്യം ലില്ലാ, അള്ളാഹുവിന് വേണ്ടിയായിരിക്കണം. അതായത് ഖാലിസതൻ, ഇഖ്ലാസോടുകൂടി ആയിരിക്കണം. നമ്മുടെ ഇബാദത്തുകളും നമ്മുടെ ഉദ്ദേശങ്ങളും നമ്മുടെ കർമ്മങ്ങളും നമ്മുടെ കാര്യങ്ങളും അതെല്ലാം അള്ളാഹുവിന് വേണ്ടി എന്ന നിലയ്ക്ക് മാത്രമാകാതെ നമുക്ക് എന്ത് കിട്ടില്ല? ഇസ്തിഖാമത്ത് കിട്ടൂല. ഇഖ്ലാസിൽ ശ്രദ്ധിക്കാതെ ഇസ്തിഖാമത്ത് നമുക്ക് ഉണ്ടാവില്ല. അല്ലാഹു തആല പറഞ്ഞത്, വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, അവരോട് കൽപ്പിക്കപ്പെട്ടുള്ള എന്താണ്? ദീനിനെ ഇഖ്ലാസോട് കൂടി കൊണ്ടു നടക്കാനാണ്. ആ ഇഖ്ലാസ് ഇല്ല എങ്കിൽ, നമ്മുടെ ഇബാദത്തുകളിൽ ഇഖ്ലാസ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സഹോദരങ്ങളെ, പിന്നെ നമുക്ക് ഇസ്തിഖാമത്തിൽ ഉറച്ചിക്കാൻ സാധിക്കില്ല. പിശാച് നമ്മുടെ മേലെ ഏറ്റവും വലിയ സ്വാധീനം ചെലുത്തും. രണ്ടാമത് പറഞ്ഞത് വബില്ലാഹ്, അള്ളാഹുവിനെ കൊണ്ടല്ലാതെ, അള്ളാഹുവിനെ കൊണ്ടായിരിക്കണം. അതായത് അള്ളാഹുവിനോട് സഹായം ചോദിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ഇസ്തിഖാമത്ത് ഉണ്ടാവുകയുള്ളൂ. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ കഴിവുകൊണ്ടല്ല, എപ്പോഴും അള്ളാഹുവിലേക്ക് ആവശ്യക്കാരനായി കൊണ്ട് തന്നെ വേണം. എത്രയോ ആയത്തുകളിൽ ഇബാദത്തിനോടൊപ്പം അല്ലെങ്കിൽ ഇഖ്ലാസിനോടൊപ്പം തൗഹീദിനോടൊപ്പം തവക്കുലിനെയും ഇസ്തിആനത്തിനെയും പറഞ്ഞത് കാണാം. കാരണം അള്ളാഹുവിനെ കൊണ്ടല്ലാതെ, അള്ളാഹുവിന്റെ സഹായം കൊണ്ടും അള്ളാഹുവിൽ നിന്നുള്ള ഔദാര്യം കൊണ്ടല്ലാതെ നമുക്ക് ദീനിൽ നേരെ ചൊവ്വേ നിലനിൽക്കാൻ സാധിക്കില്ല. സൂറത്ത് ഹൂദിൽ അല്ലാഹു തആല പറഞ്ഞു, ഫഅബ്ദുഹു വതവക്കൽ അലൈഹി, നീ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക, അവന്റെ മേലെ ബരമേൽപ്പിക്കുക. സൂറത്തുൽ ഫാത്തിഹയിൽ അല്ലാഹു തആല പറഞ്ഞു, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ,
നിന്നെ മാത്രമാണ് ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നത്, നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം തേടുന്നത്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഹ്രിസ് അലാ മാ യൻഫഉക വസ്തഇൻ ബില്ലാഹ്. നിനക്ക് ഉപകാരമുള്ള കാര്യത്തിൽ നീ എന്ത് ചെയ്യുക? പരിശ്രമിക്കുക. ഏതൊരു കാര്യമാവട്ടെ, നമ്മുടെ ജോലിയാവട്ടെ, പഠനമാവട്ടെ, എന്ത് കാര്യമാവട്ടെ, നിനക്ക് ഉപകാരമുള്ള കാര്യത്തിൽ നിനക്ക് സാധിക്കുന്ന രീതിയിൽ നീ പരിശ്രമിക്കുക. വസ്തഇൻ ബില്ലാഹ്, അള്ളാഹുവിനോട് സഹായം തേടുകയും ചെയ്യുക. അള്ളാഹുവിന്റെ സഹായം കൊണ്ടല്ലാതെ നമുക്കൊന്നും സാധിക്കില്ല. ഒന്നാമത്തേത് ഇഖ്ലാസ് ഉണ്ടായിരിക്കണം, രണ്ടാമത്തേത് അള്ളാഹുവിൽ തവക്കുൽ ചെയ്തായിരിക്കണം, മൂന്നാമത്തേത് വഅലാ അംരില്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ അനുസരിച്ചായിരിക്കണം. ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കുന്നിടത്താണ്. നമുക്ക് നല്ലതായി തോന്നിയതിന്റെ പേരിലോ നമുക്ക് ഇഷ്ടപ്പെട്ടതിന്റെ പേരിലോ അല്ല, അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കുമ്പോൾ അവൻ ഇസ്തിഖാമത്തിലാകും. സൂറത്ത് ഹൂദിൽ അള്ളാഹു തആല പറഞ്ഞു, ഫസ്തഖിം കമാ ഉമിർത, നിന്നോട് എങ്ങനെയാണോ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് അതുപോലെ നീ നേരെ ചൊവ്വേ നിലകൊള്ളുക. അപ്പൊ അള്ളാഹുവിന്റെ കൽപ്പനകൾ എന്താണെന്ന് അറിഞ്ഞാലാണ് നേരെ ചൊവ്വേ നമുക്ക് നിലകൊള്ളാൻ സാധിക്കുകയുള്ളൂ. ഈ സുമസ്തഖാമു എന്നുള്ള ആയത്തിനെ തഫ്സീർ ചെയ്യുന്നിടത്ത് ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് പറഞ്ഞു, ഇസ്തഖാമു അലാ അംരില്ലാഹ്, അള്ളാഹുവിന്റെ കൽപ്പനയിൽ നേരെ ചൊവ്വേ നിൽക്കുക. ഫഅമിലൂ ബിതഅത്തില്ലാഹ്, തഅഅതിഹി, അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യുക. വജ്തനിബൂ മഅസിയതഹു, അള്ളാഹുവിനെ ധിക്കരിക്കുന്ന മഅസിയത്തുകൾ അത് ഒഴിവാക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞത് കാണാം. അപ്പൊ ഇസ്തിഖാമത്ത് പറഞ്ഞാൽ മൂന്ന് കാര്യങ്ങൾ വേണം. ലില്ലാ, ഇഖ്ലാസ് ഉണ്ടായിരിക്കണം, ബില്ലാ, തവക്കുൽ ഉണ്ടായിരിക്കണം, വഅലാ അംരില്ലാ, അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ടുമായിരിക്കണം. ഏഴാമത്തേത് അൽ ഖാഇദത്തു സാബിഅ അലൽ അബ്ദി മഹ്മ ഇസ്തഖാമ അല്ലാ യത്തകില അലാ അമലിഹി. ഒരടിമ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, അവൻ എത്രത്തോളം നേരെ ചൊവ്വേ നിലനിൽക്കുന്ന അവസ്ഥയിലായെങ്കിലും, ഇത് പല ആളുകൾക്കും ദീനനുസരിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് വരുന്നൊരു അബദ്ധമാണ്. എത്രത്തോളം അവൻ ഇസ്തിഖാമത്തിലാണെങ്കിലും ഒരിക്കലും അല്ല യത്തഖില അലാ അമലിഹി, അവന്റെ കർമ്മങ്ങളുടെ മേലെ ആശ്രയിക്കുന്ന, ബലമേൽപ്പിക്കുന്ന ഒരു അവസ്ഥ അവനുണ്ടാകരുത്. അതായത് ഞാൻ കുറെ കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്, ഞാൻ ധാരാളം ദാനധർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്, ഞാൻ സുന്നത്തായ നോമ്പ്, ഫർളും സുന്നത്തും നിസ്കാരങ്ങളും രാത്രി നിസ്കാരങ്ങളും എല്ലാം നിർവഹിക്കുന്നുണ്ട് എന്ന നിലക്ക് കർമ്മങ്ങളുടെ മേലെ ആശ്രയിച്ചുകൊണ്ട് ഒരാളും മാറാൻ പാടില്ല. അത് ഇസ്തിഖാമത്തല്ല. ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞാൽ കർമ്മങ്ങളുടെ മേലെ ആശ്രയിക്കുന്നതല്ല. പിന്നെന്താണ് ഉണ്ടാകേണ്ടത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റഹ്മത്തിൽ മാത്രമായിരിക്കണം അവൻ ആശ്രയിക്കേണ്ടത്. അതായത് ഞാൻ ഇതൊക്കെ ചെയ്തത് കൊണ്ട് എനിക്ക് സ്വർഗം കിട്ടും എന്നല്ല, അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ട് മാത്രമേ എനിക്ക് സ്വർഗം കിട്ടുകയുള്ളൂ എന്നാണ് അവൻ മനസ്സിലാക്കേണ്ടത്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞു കാണാം, വൽ മത്ലൂബു മിനൽ അബ്ദിൽ ഇസ്തിഖാമത്തു വഹിയ സദാദ്, ഒരു അടിമയിൽ നിന്ന് ആവശ്യപ്പെടുന്ന ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞാൽ നേരെ ചൊവ്വേ നിലകൊള്ളുക എന്നുള്ളതാണ്. അത് പൂർണ്ണമായിട്ട്. ഫഇല്ലം യഖ്ദിർ അലൈഹാ ഫൽ മുഖാറബ, അവനൊരു കുഴപ്പമില്ലാതെ നിൽക്കാൻ പറ്റുന്നില്ല എങ്കിൽ കുറവുകൾ സംഭവിക്കുമ്പോൾ പരിഹരിച്ച് വീണ്ടും വരിക. ഫഇൻ നസല അൻഹാ ബിത്തഫ്രീത്ത് വൽ ഇദാഅ കമാ ഫി സഹീഹൈൻ, ഇനി അവന് എന്തെങ്കിലും പാളിച്ചകൾ സംഭവിച്ചാലും അവൻ തിരിച്ചു വരണം. എന്നിട്ട് ഒരു ഹദീസ് പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സദ്ദിദു വഖാരിബു വഅബ്ശിറു, നേരത്തെ പറഞ്ഞു നേരെ ചൊവ്വേ നിലയ്ക്കുക, എന്തെങ്കിലും വീഴ്ച വന്നാൽ വീണ്ടും പരിഹരിച്ച് നിൽക്കുക. എന്നിട്ട് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഫഇന്നഹു ലൻ യുദ്ഖിലൽ ജന്നത അഹദൻ അമലുഹു, മനസ്സിലാക്കണം, തീർച്ചയായിട്ടും ഒരാളുടെയും കർമ്മങ്ങൾ ഒരാളെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുകയില്ല. അഥവാ കർമ്മങ്ങൾ മാത്രമല്ല സ്വർഗപ്രവേശനത്തിന്റെ കാരണം. ഖാലു, അപ്പൊ സഹാബികൾ ചോദിച്ചു, വല അൻത യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ നിങ്ങളും അങ്ങനെയാണോ? ഖാല, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല അന, ഞാനും, ഇല്ലാ അയ്യതഗമ്മദനി അല്ലാഹു മിൻഹു ബിമഗ്ഫിറത്തിൻ വറഹ്മത്തിൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ റഹ്മത്ത് കൊണ്ടും അവന്റെ കാരുണ്യം കൊണ്ടും എന്നെ പൊതിഞ്ഞാലല്ലാതെ, അവന്റെ മഗ്ഫിറത്ത് കൊണ്ടും കാരുണ്യം കൊണ്ടും പൊതിഞ്ഞാലല്ലാതെ. അതായത് നമ്മുടെ കർമ്മങ്ങൾ എത്ര അധികരിച്ചാലും, ജനിച്ച ദിവസം മുതൽ മരണം വരെ സുജൂദിലായി ഒരാൾ കിടന്നാലും, അഥവാ ഇബാദത്തിന്റെ ആധിക്യം പറയാൻ ഉപയോഗിച്ചൊരു വാക്കാണ്, അത് അള്ളാഹുവിനോടുള്ള ഹക്ക്, ഫർളും നഫലും പൂർണ്ണമായി ജീവിതത്തിൽ പകർത്തിയാലും, എല്ലാ ഹറാമുകൾ ഒഴിവാക്കുന്ന അവസ്ഥയിൽ നിന്നാലും അവൻ ഒരിക്കലും അവന്റെ കർമ്മങ്ങളുടെ മേലെ ആശ്രയിക്കുന്ന അവസ്ഥ ഉണ്ടാകരുത്. കാരണം അവന്റെ സ്വർഗപ്രവേശനം പൂർണ്ണമായും എന്തിന്റെ അടിസ്ഥാനത്തിലാണ്?
അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന കാരുണ്യത്തിന്റെയും അള്ളാഹുവിൽ നിന്നുള്ള മഗ്ഫിറത്തിന്റെയും അടിസ്ഥാനത്തിൽ മാത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് വേറെയും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് പറയാണ്, അന്നൽ ഇസ്തിഖാമത വൽ മുഖാറബത ലാ തുൻജി യൗമൽ ഖിയാമ. നിങ്ങൾ മനസ്സിലാക്കണം, ഇസ്തിഖാമത്തോ അല്ലെങ്കിൽ ആ വീഴ്ചകൾ വന്നപ്പോൾ തിരിച്ചു നിന്നോ എന്നുള്ളത് മാത്രമല്ല പരലോകത്ത് ഒരാളെ രക്ഷിക്കുന്ന കാര്യം. ഫലാ യർകൻ അഹദുൻ ഇലാ അമലിഹി, ഒരാളും അവന്റെ അമലിലേക്ക് ചാഞ്ഞു പോകരുത്, അതിനെ ആശ്രയിക്കുന്ന അവസ്ഥ ഉണ്ടാവരുത്. വലാ യഅജബു ബിഹി, ഒരാളും എന്ത് ചെയ്യരുത്, അവന്റെ കർമ്മങ്ങൾ കണ്ട് അത്ഭുതം കൂറേണ്ട ആവശ്യമുണ്ട, അവന് ഉജുബ് ഉണ്ടാകണ്ട, ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളാണല്ലോ. വലാ യറാ അന്ന നജാതഹു ബിഹി, അവൻ വിചാരിക്കേണ്ട അവന്റെ പരലോക വിജയം അവൻ ചെയ്ത കർമ്മങ്ങളെ കൊണ്ടാണ് എന്ന്. ബൽ ഇന്നമാ നജാതുഹു ബിറഹ്മത്തില്ലാഹി വഅഫ്വിഹി വഫദ്ലിഹി, കാരണം യഥാർത്ഥ വിജയം എന്നുള്ളത് അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ടും അള്ളാഹു നൽകുന്ന പാപമോചനം കൊണ്ടും അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ടുമാണ്, അല്ലാതെ നമ്മുടെ കർമ്മങ്ങളുടെ ആധിക്യം കൊണ്ടല്ല. അൽ ഖാഇദത്തു സാമിന, എട്ടാമത്തെ കാര്യം ഇസ്തിഖാമത്തുമായി മനസ്സിലാക്കേണ്ടത്, ثمرة الاستقامة في الدنيا الاستقامة على الصراط يوم القيامة. ദുനിയാവിൽ നേരെ ചൊവ്വേ നിലനിൽക്കുക എന്നുള്ളത് അതിന്റെ പ്രതിഫലം, അതിന്റെ നേട്ടം എന്ന് പറഞ്ഞാൽ നാളെ പരലോകത്തെ സിറാത്തിൽ നേരെ ചൊവ്വേ നിലനിൽക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതായത് നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് നരകത്തിന് മുകളിലായിട്ട് ഒരു പാലം, ഒരു സിറാത്ത് സ്ഥാപിക്കും. വാളിനേക്കാൾ മൂർച്ചയുള്ള, മുടിയേക്കാൾ നേർത്തതായിട്ടുള്ള, വളരെ വെഴുവെഴുപ്പുകളും അതുപോലെ തന്നെ ഇരുഭാഗത്തും കൊളുത്തുകളുമെല്ലാമുള്ള പാലം സ്ഥാപിക്കും. അതിലൂടെ കടന്നു പോകുന്നവർ സ്വർഗത്തിലേക്കെത്തും, അതിൽ നിന്ന് വീഴുന്നവർ നരകത്തിലേക്കാണ് വീഴുക. അപ്പൊ ആ സിറാത്തിൽ നേരെ ചൊവ്വേ നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ അവൻ ദുനിയാവിലെ ഈ സിറാത്തുൽ മുസ്തഖീമിൽ നേരെ ചൊവ്വേ നിലനിൽക്കുന്ന ആളായിരിക്കണം. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് ഈ രണ്ട് സിറാത്തുകളെയും ഒരു ഉപമയിലൂടെ പറയുന്നത് കാണാം. ദുനിയാവിലെയും അതുപോലെ പരലോകത്തിലെയും, അഥവാ ദുനിയാവിലെ സിറാത്തുൽ മുസ്തഖീമും പരലോകത്തെ നരകത്തിന് മുകളിലെ സിറാത്തും അതുമായി ബന്ധപ്പെടുത്തി പറയുകയാണ്. ഫമൻ ഹുദിയ ഫീ ഹാദിഹി ദാരി ഇലാ സിറാത്തില്ലാഹിൽ മുസ്തഖീം അല്ലദീ അർസല ബിഹി റുസുലഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുകളെ നിയോഗിച്ച സിറാത്തുൽ മുസ്തഖീമിലേക്ക് ആരാണോ ഈ ദുനിയാവിൽ വഴികാണിക്കപ്പെടുന്നത്, വഅൻസല ബിഹി കുതുബഹു, അതിനു വേണ്ടിയിട്ടാണ് അല്ലാഹു കിതാബുകൾ ഇറക്കിയിട്ടുള്ളത്. ഹുദിയ ഹുനാക ഇല സിറാത്തിൽ മുസ്തഖീമിൽ മൂസിൽ ഇലൽ ജിലാ ജന്നതിഹി, നാളെ വദാരി സവാബിഹി, നാളെ പ്രതിഫലത്തിന്റെ ഭവനമായ സ്വർഗത്തിലേക്ക് ഒരുക്കിയിട്ടുള്ള ആ സിറാത്തിലേക്കും വഴി കാണിക്കപ്പെടും. വലാ ഖദ്രി സുബൂതി ഖദമിൽ അബ്ദി അലാ ഹാദാ സിറാത്ത് അല്ലദീ നസബഹു അല്ലാഹു ലിഇബാദിഹി ഫീ ഹാദി ദാർ യകൂനു സുബൂതു ഖദമിഹി അലാ സിറാത്തിൽ മൻസൂബ് അലാ മത്നി ജഹന്നം. ദുനിയാവിലെ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള ഈ സിറാത്തുൽ മുസ്തഖീം എത്രത്തോളം ഉറച്ചിട്ടാണോ ഒരാൾ നിൽക്കുന്നത്, അതുപോലെ നാളെ പരലോകത്തെ സിറാത്തിലും ഒരാൾക്ക് ഉറച്ചു നിൽക്കാൻ സാധിക്കും, നരകത്തിന് മുകളിലുള്ള സിറാത്തിൽ. വഅലാ ഖദ്രി സൈരിഹി അലാ ഹാദിഹി സിറാത്ത് യകൂനു സൈറുഹു അലാ ദാക സിറാത്ത്. ഈ സിറാത്തിൽ എങ്ങനെയാണോ ഒരാൾ സഞ്ചരിക്കുന്നത് അതേ അളവിലായിരിക്കും നാളെ പരലോകത്ത് സിറാത്ത് ഒരാൾ സഞ്ചരിക്കുക. ഫമിൻഹും മയ്യമുറു കൽ ബർഖ്, അതിലുണ്ട് ചില ആളുകൾ ഇടിമിന്നുന്നത് പോലെ വളരെ വേഗത്തിൽ പോകുന്നവർ. വമിൻഹും മയ്യമുറു കത്തർഫ്, ചിലരുണ്ട് കണ്ണിമ വെട്ടുന്നത് പോലെ കിടക്കുന്നവർ. വമിൻഹും മയ്യമുറു കരീഹ്, ചിലർ കാറ്റിനെ പോലെ. വമിൻഹും മയ്യമുറു കശദ്ദിർ റികാബ്, ചിലർ ഒരു വാഹനാമൃഗത്തിലെ പോലെ. വമിൻഹും മയ്യസ്ആ സഅയൻ, ചിലർ നടന്നുകൊണ്ടും മറ്റും പോകുന്നത് പോലെ. വമിൻഹും മയ്യംശി മഷിയൻ, ചില ആളുകൾ വേറെ രീതിയിൽ സഞ്ചരിക്കുന്ന നടന്നു പോകുന്നതിനെ പോലെ. വമിൻഹും മയ്യഹ്ബു ഹബ്വൻ, ചിലർ ഇഴഞ്ഞു കിടക്കുന്നത് പോലെ. വമിൻഹും അൽ മഖ്ദൂഷുൽ മുസല്ലം, അതിൽ ചില മുറിവുകൾ പറ്റിയിട്ടാണെങ്കിലും രക്ഷപ്പെടുന്ന ആളുകൾ ഉണ്ടാകും. വമിൻഹും അൽ മുഖർദസു ഫിന്നാർ, നരകത്തിലേക്ക് വീണ് അടങ്ങുന്ന ആളുകളും ഉണ്ടാകും. ഫല്യൻദുരിൽ അബ്ദു സയറഹു അലാ ദാലിക സിറാത്ത് മിൻ സൈരിഹി അലാ ഹാദാ ഹദ്ബിൽ ഖദ്ദതി ബിൽ ഖദ്ദതി ജസാഅൻ വിഫാഖ. ആ അടിമ കാണും ഇവിടെ എങ്ങനെയാണോ അവൻ ഈ സിറാത്തുൽ മുസ്തഖീം നിന്നത് അതുപോലെ അവിടെ നിൽക്കുന്നത്. അപ്പൊ നമ്മൾ ശരിക്കും നോക്കണം നമ്മുടെ ദീനിൽ എത്രത്തോളമാണ് നമുക്ക് നേരെ ചൊവ്വേ ദീനിൽ ഉറച്ചു നിൽക്കാൻ, തെറ്റിപ്പോകാതെ ഉറച്ചു നിൽക്കാൻ സാധിക്കുന്നത് എന്ന്. നാളെ പരലോകത്ത് അതുപോലെ ഉണ്ടാവും. ജസാഅൻ വിഫാഖ,
യോജിച്ച പ്രതിഫലമാണ് അള്ളാഹു നൽകുക. അത് എന്നിട്ട് ഇബ്നു ഖയ്യിം ഹൽ തുജ്സൗന ഇല്ലാ മാ കുൻതും തഅമലൂൻ, അവർ പ്രവർത്തിച്ച അല്ലാതെ അവർക്ക് പ്രതിഫലം നൽകപ്പെടുമോ എന്ന് ആയത്ത് കൊടുക്കുക. എന്നിട്ട് പറയാണ് വൽയൻദുരി ശുബ്ഹാതി വശഹവാത് അല്ലതി തഊഖുഹു അൻ സൈരിഹി അലാ ഹാദാ സിറാത്തുൽ മുസ്തഖീം. അവൻ ശ്രദ്ധിക്കട്ടെ, അവനുണ്ടാകുന്ന ശുബ്ഹത്തുകൾ, ദീനിന്റെ അറിവിൽ ബാധിക്കുന്ന കാര്യങ്ങൾ, അലി ഷഹ്വത്തുകൾ, ഇച്ഛകൾ, അതിനെ ശ്രദ്ധിക്കട്ടെ. അത് ദീനിലെ സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന്, ദുനിയാവിൽ നിന്ന് അവനെ തെറ്റിക്കും. فإنها الكلاليب التي بجنبتي ذاك الصراط تخطفه وتعوقه عن المرور عليه فإن كثرت هنا وقويت. ദുനിയാവിൽ ഈ ശഹ്വത്തുകളും ശുബ്ഹത്തുകളും പെട്ട് ഒരാൾ ഇങ്ങനെ തെറ്റിപ്പോവുകയാണെങ്കിൽ നാളെ പരലോകത്ത് ആ സിറാത്തിൽ അവന് ചുറ്റുമുണ്ടാകുന്ന കൊളുത്തുകൾ ഈ ശുബ്ഹത്തുകളും ശഹ്വത്തുകളായിരിക്കും. ഇതിൽ വീണു പോയിട്ടുണ്ടെങ്കിൽ ആ കൊളുത്തുകൾ പരലോകത്തും അവനെ പിടിക്കും. ഫകദാലിക ഹിയ ഹുനാ വമാ റബ്ബുക ബിളല്ലാമിൽ ലിൽഅബീദ്. അല്ലാഹു തആല ഒരിക്കലും അടിമകളോട് ദുൽമ ചെയ്യില്ല. എന്നിട്ട് പറയാണ് മൻ കാന ഫീ ഹാദിഹിൽ ഹയാത്തിദ് ദുനിയ തഖ്തഫുഹു ശുബ്ഹാത്ത് വശഹവാത്ത് അനി സിറാത്തിൽ മുസ്തഖീം. ആരെയാണോ ദുനിയാവിലെ സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് ശുബ്ഹത്തുകളും ശഹ്വത്തുകളും തെറ്റിക്കുന്നത്, ഫയസ്തഖ്തിഫുൽ കലാലിബു ലതി അലാ ജംബതി സിറാത്ത് യൗമൽ ഖിയാമ മിസ്ല മാ ഖതഫത്ഹു ശുബ്ഹാത്ത് വശഹവാത്ത് ഫി ദുനിയ. ദുനിയാവിൽ അവൻ തെറ്റിയതുപോലെ വീണതുപോലെ നാളെ പരലോകത്തെ സിറാത്തിലും അവന് മുറിവ് പറ്റും. വലഹു കലാമുൻ ആഖർ ഖരീബ് മിൻ ഹാദാ ഫി കിതാബിൽ ജവാബിൽ കഫി എന്ന് വേറെ കിതാബിൽ അതിനെ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാം. അപ്പോ നമ്മൾ പരിശോധിക്കേണ്ട കാര്യമാണ്, നമുക്ക് ദീനിൽ എത്രത്തോളമാണ് അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കുന്നിടത്തും വിരോധനങ്ങൾ ഒഴിവാക്കുന്നിടത്തും നമുക്ക് ആ ഒരു നേരെ ചൊവ്വയെ നിലകൊള്ളാൻ സാധിക്കുന്നത്. അതിൽ വീഴ്ചകൾ കൂടുതലായി സംഭവിക്കുന്നുണ്ടെങ്കിൽ നാം ഭയപ്പെടണം, പരലോകത്തെ ഒരു സിറാത്തിനെ അത് ബാധിക്കുന്നതാണ്. അൽ ഖാഇദത്തു താസിഅ, ഒമ്പതാമത്തെ കാര്യം ഇസ്തിഖാമത്തുമായി മനസ്സിലാക്കേണ്ടത് അൽ മവാനിഉ മിനൽ ഇസ്തിഖാമത്തി ശുബ്ഹാത്തുൽ ളലാൽ ഔ ശഹ്വാത്തുൽ ഗൈ. ഇസ്തിഖാമത്തിനെ തടയുന്ന കാര്യങ്ങൾ, ഇസ്തിഖാമത്ത് നേരെ ചൊവ്വേ ദീനിൽ നിലകൊള്ളാൻ തടസ്സമുണ്ടാക്കുന്ന കാര്യങ്ങൾ രണ്ടെണ്ണമാണ്. ഒന്ന് ശുബ്ഹാത്തുൽ ളലാൽ, വഴികേടിലാക്കുന്ന ശുബ്ഹത്തുകൾ. രണ്ട് ഷഹ്വാത്തുൽ ഗൈ, നാശത്തിലേക്ക് നമ്മെ എത്തിക്കുന്ന ഇച്ഛകൾ, ഷഹ്വത്തുകൾ. ശുബ്ഹത്ത് എന്ന് പറഞ്ഞാൽ ഒരാളുടെ ഇൽമിനെ ഫസാദാക്കും, അവന്റെ ദീനിലുള്ള അറിവിനെ, ഒരാൾ വിശ്വസിക്കേണ്ട കാര്യങ്ങൾ, അതുപോലെ ഈമാനികമായിട്ടുള്ള കാര്യങ്ങൾ, അതിനെ ഫസാദാക്കും. പിഴച്ച വിശ്വാസങ്ങളും നിഫാഖും ശിർക്കും കുഫറും അതുപോലെ വിശ്വാസങ്ങളും ഹദീസിനെ നിഷേധിക്കലും അതുപോലെ അള്ളാഹുവിന്റെ സിഫത്തുകളെ നിഷേധിക്കുക, അതിനെ വ്യാഖ്യാനിക്കുക, അങ്ങനെയുള്ള പലതരത്തിലുള്ള ശുബ്ഹത്തുകൾ, ബിദ്അത്തുകൾ എല്ലാം അതുപോലെയൊക്കെ ഉണ്ടാവും. ഷഹ്വത്തുകൾ എന്ന് പറഞ്ഞാൽ അവനെ അമലിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അതായത് ഹറാമുകൾ ചെയ്യുക, വ്യഭിചാരം, മദ്യപാനം, അതുപോലെയുള്ള തിന്മകൾ കട്ടെടുക്കുന്നത്, അതുപോലെ ദേഹേച്ഛകൾ പൂർത്തീകരിക്കാൻ വേണ്ടി ആ ഷഹ്വത്തുകൾ വീണ് അത് അവന്റെ അമലിനെ ഫസാദാക്കുന്ന കാര്യങ്ങളാണ്. ഈ രണ്ട് കാര്യങ്ങളാണ് പിശാചിന് മനുഷ്യനെതിരെയുള്ള ആയുധം. മനുഷ്യനെ സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് തെറ്റിക്കാനുള്ള പിശാചിന്റെ ആയുധം ഒന്നെങ്കിൽ ശുബ്ഹത്തിൽ അല്ലെങ്കിൽ ഷഹ്വത്തിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളെല്ലാം ഇരിക്കുന്ന സന്ദർഭത്തിൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഖത്ത ലനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖത്തൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത കയ്യിൽ ഒരു വടി കൊണ്ട് ഒരു വര വരച്ചു. ثم قال هذا سبيل الله, ഇതാണ് അല്ലാഹുവിന്റെ മാർഗ്ഗം എന്ന് പറഞ്ഞു. ثم خط خطوطا عن يمينه وعن شماله, പിന്നെ അതിന്റെ വലത്തും അടുത്ത്, ആ വരയുടെ വലത്തും അടുത്ത് വേറെ കുറെ വരകൾ വരച്ചു. ثم قال, എന്നിട്ട് പറഞ്ഞു, هذه سبل على كل سبيل منها شيطان يدعو إليه, അത് വ്യത്യസ്ത മാർഗങ്ങളാണ്. ആ മാർഗങ്ങളിൽ നിന്നുകൊണ്ട് ഓരോന്നിലും ശൈത്താൻ അവരെ ക്ഷണിച്ചുകൊണ്ടിരിക്കും. ثم قرأ, എന്നിട്ട് പറഞ്ഞു, എന്നിട്ട് പാരായണം ചെയ്തു അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അൻആമിൽ പറഞ്ഞത്, وأن هذا صراطي مستقيما فاتبعوه, ഇതാണ് നേരെ ചൊവ്വയുള്ള മാർഗം, അത് നിങ്ങൾ പിൻപറ്റുക. ولا تتبعوا السبل فتفرق بكم عن سبيله, മറ്റുള്ള മാർഗങ്ങൾ നിങ്ങൾ നോക്കരുത്, നിങ്ങൾ അതിലേക്ക് അത് പിന്തുടരരുത്, നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോകുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. അപ്പോ പിശാചിന് ഒരു മനുഷ്യന് എന്തിനോടാണോ താല്പര്യം അതിനനുസരിച്ചിട്ടാണ് പഠിപ്പിക്കുക. അതായത് ഒരാൾക്ക് ഒരു കാര്യം കൂടുതൽ പഠിക്കണം, ചിന്തകൾ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഒരാൾക്ക് കൂടുതൽ എങ്കിൽ പിശാച് അവനെ ശുബ്ഹത്തുകൾ കൊണ്ടുപോയി വീഴ്ത്തും. അവന് ചിന്തിക്കാനുള്ള കഴിവ് അതുപോലുള്ള കാര്യങ്ങൾ കൂടുതൽ ഉണ്ടാവും. ഇനി മറ്റേ ആൾക്ക് കർമ്മങ്ങൾ ചെയ്യുന്നതിലോ അല്ലെങ്കിൽ ചിന്തിക്കുന്നതിലോ പഠിക്കുന്നതിലോ അതിനൊന്നും വലിയ താല്പര്യമൊന്നുമില്ല, എന്തെങ്കിലുമൊക്കെ മതി, ഒരു അലംഭാവമാണെങ്കിൽ അവനെ ഷഹ്വത്തുകൾ കൊണ്ടുപോയി വീഴ്ത്തും. എന്നിട്ട് അവനെ ഒന്നും ചെയ്യാത്ത അവസ്ഥയിൽ വീഴ്ത്തും. ഒന്ന്
ഒന്നും ചെയ്യാത്ത അവന്റെ മേലുള്ള ബാധ്യതകൾ നിർവഹിക്കാത്ത അവസ്ഥയിൽ അവനാക്കും. സൽഫുകൾ പറയാറുണ്ട്, മാ അമറല്ലാഹു തആല ബിഅംരിൻ ഇല്ലാ വലിശ്ശൈത്താനി ഫീ നസ്ഗതാൻ. അള്ളാഹു ഒരു കൽപ്പനയും കൽപ്പിച്ചിട്ടുള്ള ആ കൽപ്പനയിൽ ശൈത്താന് രണ്ട് കാര്യങ്ങളുണ്ടാവും. ശൈത്താന് ഒരു മനുഷ്യനെ പഴിപ്പിക്കാൻ രണ്ട് മാർഗം ഒരു കൽപ്പനയിൽ ഉണ്ടാവും. എന്തൊക്കെയാണ്? ഇമ്മാ ഇലാ തഫ്രീതിൻ വ തഖ്സീരിൻ, ഒന്നുകിൽ ആ കൽപ്പന പാഴാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അതിൽ കുറവ് വരുത്തിക്കൊണ്ട് ശരിക്ക് ചെയ്യാതെ, വ ഇമ്മാ ഇലാ മുജാവസത്തിൻ വ ഗുലൂവിൻ വലാ യുബാലി ബിഅയ്യിഹിമാ ദുഫർ, അല്ലെങ്കിൽ അതിര് വിട്ടിട്ട്. ഇപ്പൊ ഒരു അള്ളാഹു തആല നിസ്കരിക്കാൻ കൽപ്പിച്ചു, ഒന്നെങ്കിൽ അവൻ എന്താവും, അവൻ നിസ്കരിക്കാതെ പാഴാക്കി കളയും. ഇനി അതല്ല, അങ്ങനെ മുന്നിടുന്ന ആളുകളുണ്ടാവും, ചില കർമ്മങ്ങളിലേക്ക് മുന്നിടുന്ന ആളുകൾ. അങ്ങനെയുള്ള ആളുകൾ എന്താ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് അവന് ഒരു ഫർള് നിസ്കാരം മതിയാവൂല, റവാത്തിബ് സുന്നത്തും മതിയാവൂല, ഇല്ലാത്ത നിസ്കാരങ്ങൾ ബിദ്അത്തുകൾ ഉണ്ടാക്കി അവന് ചെയ്തുകൊണ്ടേയിരിക്കും. ഈ രണ്ടവസ്ഥയിലാവും. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഇഗാഹത്തുൽ ലഹ്ഫാൻ എന്ന കിതാബിൽ തന്നെ പറയുന്നു, വഖദ് യഖ്തുതഅ അക്സറുൻ നാസി ഇല്ലാ അഖല്ലുൽ ഖലീൽ ഫി ഹാദിഹിൽ വാദിയൈൻ. വളരെ കുറഞ്ഞ ആളുകൾ മാത്രമാണ് ഈ രണ്ട് കെണിയിൽ പെടാതെ രക്ഷപ്പെടുകയുള്ളൂ. ഇത് ഏതെങ്കിലും ഒന്നില് അവർ പോയി പെടും. വളരെ കുറഞ്ഞ ആളുകളെ ഈ രണ്ടിലും പെടാതെ രക്ഷപ്പെടുകയുള്ളൂ. എന്നിട്ട് പറയാണ്, വാദി തഖ്സീർ വവാദിൽ മുജാവസതി വത്തഅദ്ദി, ഒന്നെങ്കിൽ അലംഭാവം കാണിച്ച് ഒന്നും ചെയ്യാതെ പോകും, അല്ലെങ്കിൽ പരിധി വിട്ട് അപ്പുറത്തേക്ക് പോകും. വൽ ഖലീലു മിൻഹും ജിദ്ദൻ അസ്സാബിതു അല സിറാത്തിൽ ലദീ കാന അലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅസ്ഹാബുഹു. വളരെ കുറഞ്ഞ ആളുകൾ മാത്രമാണ് ആ നേരെ ചൊവ്വയുള്ള ആ പാതയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബികളെ പാതയിൽ ഉറച്ചു വെക്കുള്ളൂ. നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ മുസ്ലിം പേരുള്ള ആളുകളിൽ തന്നെ ഇസ്ലാമിനോട് പറ്റ അലംഭാവം കാണിച്ച് അതിൽ നിന്ന് പഴച്ചുപോയി അതിനോട് എല്ലാ വീഴ്ചയും വരുത്തുന്ന ആളുകളുണ്ടാവും. എന്നാൽ ചില ആളുകൾ എല്ലാ രീതിയിലും പിന്നെ അതിര് കവിഞ്ഞ് ബിദ്അത്തുകളിൽ അതികവിഞ്ഞ് മറ്റു പല കാര്യങ്ങൾ അതിര് കവിഞ്ഞ് ജീവിക്കുന്ന ആളുകളുണ്ടാവും. കുറഞ്ഞ ആളുകളെ ദീനിൽ ഉറച്ചു നിൽക്കുന്ന ആളുകളായിട്ട് ഉണ്ടാവുകയുള്ളൂ. ഇതിന് ഏറ്റവും നല്ലൊരു ഉപമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ നമുക്ക് പറഞ്ഞു കാണാം. അന്നവാസ് ഇബ്നു സമആൻ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദറബല്ലാഹു മസലൻ സിറാത്തൻ മുസ്തഖീമ. അള്ളാഹു സിറാത്ത് മുസ്തഖീമിന് ഇതാ ഒരു ഉപമ പറഞ്ഞിരിക്കുന്നു. വഅല ജംബതൈഹി സിറാത്ത് സൂറാൻ, ഒരു വഴിയുണ്ട്. സിറാത്ത് മുസ്തഖീമിന്റെ ഉപമ പറയാണ്, ഒരു വഴി. ആ വഴിയുടെ രണ്ട് ഭാഗത്തും രണ്ട് മതിലുകളുണ്ട്. ഫീഹാ അബ്വാബുൻ മുഫത്തഹത്തുൻ, ആ രണ്ട് മതിലിലും ഒരുപാട് കതകുകളുണ്ട്, തുറന്നിട്ടുള്ള കതകുകളുണ്ട്, വാതിൽ അടച്ചിട്ടില്ലാത്ത കതകുകളുണ്ട്. വഅലൽ അബ്വാബി സുതൂറുൻ മുർഖാത്തുൻ, ആ വാതിലുകൾക്ക് മുമ്പിലായിക്കൊണ്ട് കർട്ടനുകൾ ഇട്ടിട്ടുണ്ട്, മറയായിട്ട്. വഅല ബാബി സിറാത്തി ദാഇൻ യഖൂൽ, അപ്പോ ഒരു വഴി, ആ വഴിയുടെ രണ്ട് മതിലുകൾ, ആ മതിലുകൾക്ക് ഡോറുകൾ ഉണ്ട് തുറന്നത്, ആ ഡോറുകൾ കർട്ടൻ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഈ വഴിയിലേക്ക് പ്രവേശിക്കുന്ന ഒരു കവാടമുണ്ട്. ആ കവാടത്തിൽ ഒരാൾ നിൽക്കുന്നുണ്ട്. അയാൾ പറയും, അയ്യുഹന്നാസ് യഖൂൽ അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ, ഉദ്ഖുലു അസ്സിറാത്ത ജമീഅ, നിങ്ങൾ എല്ലാവരും ഈ മാർഗത്തിലേക്ക് പ്രവേശിക്കണം, സിറാത്തുൽ മുസ്തഖീമിൽ പ്രവേശിക്കണം. വലാ തതഅറജു, അതിൽ നിങ്ങൾ പഴച്ചു പോകരുത്. വദാഇൻ യദ്ഉ മിൻ ഫൗഖി സിറാത്ത്, ഈ സിറാത്തിന്റെ മുകളിലായിക്കൊണ്ട് ഒരാൾ നിൽക്കുന്നുണ്ട്, അയാൾ വിളിക്കുന്നുണ്ട്, അവിടെ ഒരാളുണ്ട്. ഫൈദാ അറാദ യഫ്തഹു ശൈഅൻ മിൻ തിൽക്കൽ അബ്വാബ്, അപ്പൊ ഈ മാർഗത്തിലൂടെ നമ്മളൊന്ന് സങ്കല്പിച്ചാൽ മതി. നമ്മൾ സങ്കല്പിക്കുക, നമ്മൾ സിറാത്തുൽ മുസ്തഖീമിലൂടെ പോകുന്നത് ഇതുപോലെയാണെന്ന് സങ്കല്പിച്ച് നോക്കിയാൽ മനസ്സിലാവും. അപ്പൊ ഒരു വഴിയിലൂടെ ഒരാൾ ക്ഷണിച്ചു, സിറാത്തുൽ മുസ്തഖീമിലേക്ക് കയറണം പറഞ്ഞു. അപ്പൊ നമ്മൾ ആ പാതയിലൂടെ പോവാണ്. അപ്പോ ചുറ്റും ഡോറുകളുണ്ട്, കർട്ടനിട്ട ഡോറുകളുണ്ട്. അപ്പൊ അപ്പുറത്ത് ഒരാള്, സിറാത്തിന്റെ മുകളിൽ ഒരാൾ നിൽക്കുന്നുണ്ട്. അപ്പോ അടിമകൾ പോകുമ്പോ അതിൽ ഏതെങ്കിലും ഒരാള് ഏതെങ്കിലും ഒരു കവാടം, മറയിട്ടിട്ട് ഏതെങ്കിലും കർട്ടൻ മാറ്റി അതിലേക്ക് പ്രവേശിക്കാൻ പോയാൽ ഖാല, വിളിച്ചു പറയും, വൈഹക ലാ തഫ്തഹ്, നീ തുറക്കരുത്, നിനക്ക് നാശം, നീ തുറക്കരുത്. ഫഇന്നക ഇൻ തഫ്തഹു തലിജ്ഹു, നീ അത് തുറന്നാൽ നീ പിന്നെ അതിലേക്ക് പ്രവേശിക്കും. നീ ആ കർട്ടൻ നീക്കി നോക്കിയാൽ പിന്നെ നീ അതിലേക്ക് പ്രവേശിക്കും. വസ്സിറാത്തു, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വസ്സിറാത്തു അൽ ഇസ്ലാം, ആ പാതയാണ് ഇസ്ലാം എന്ന് പറയുന്നത്. വസ്സൂറാൻ ഹുദൂദുല്ലാഹ്, ആ രണ്ട് മതിലുകൾ എന്നുള്ളത് അള്ളാഹുവിന്റെ ഹദ്ദുകളാണ്, അള്ളാഹുവിന്റെ പരിധികളാണ്. വൽ അബ്വാബുൽ മുഫത്തഹതു മഹാരിമുല്ലാഹ്, ആ തുറന്നിട്ടുള്ള കവാടങ്ങൾ അള്ളാഹുവിന്റെ ഹറാമുകളാണ്, ഹറാമാക്കിയുള്ള കാര്യങ്ങളാണ്. വദാലിക ദാഇ അലാ റഅസി സിറാത്ത് കിതാബുല്ലാഹ്, ആ വഴിയിലേക്ക് പ്രവേശിക്കാൻ പറഞ്ഞ ആ വിളിക്കുന്ന ആള് അള്ളാഹുവിന്റെ കിതാബാണ്, ഖുർആനാണ്. വദ്ദാഇ മിൻ ഫൗഖി സിറാത്ത്, ആ സിറാത്തിന്റെ മുകളിലായിക്കൊണ്ട് നിങ്ങൾ അത് കൂടെ പ്രവേശിക്കരുത്, തുറക്കരുത് എന്ന് പറയുന്ന ആള് വാഇലുല്ലാഹി ഫീ ഖൽബി കുല്ലി മുസ്ലിമിൻ, ഓരോ മുസ്ലിമിന്റെയും കൽബിലുള്ള അള്ളാഹുവിന്റെ ഉപദേശകനാണ്.
നമുക്കറിയാം, ഒരു ശുഭത്തുള്ള ഒരു കാര്യത്തിലേക്ക് നമ്മൾ തുറന്നു നോക്കുന്ന സമയത്ത് തന്നെ, അല്ലെങ്കിൽ അള്ളാഹു ഹറാമാക്കിയുള്ള കാര്യത്തിലേക്ക് ചെറുതായിട്ട് ആ മാർഗത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നമ്മുടെ കൽബിൽ നിന്ന് നമുക്കൊരു വിളി ഉണ്ടാവും. എന്തുണ്ടാവും? ഹദീസ് കാണാം, നിന്റെ കൽബിൽ ചൊറിച്ചിലുണ്ടാക്കുന്ന കാര്യം നീ ഒഴിവാക്കണം. അത് പോകുമ്പോ തന്നെ നമ്മുടെ കൽബിന്റെ ഇത് തെറ്റാണ്, ഇത് ഞാൻ തുറന്നു കഴിഞ്ഞാൽ ഞാൻ എന്താവും, അതിൽ പെടും. ഇത് മനസ്സിലാവുക. അപ്പൊ മൊബൈലിൽ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ നോക്കാൻ തുടങ്ങുകയാണ്. അപ്പൊ ഏതെങ്കിലും ഒരു കാര്യം നോക്കിയാൽ നമുക്കറിയാം അതിന്റെ അടുത്തത് ഇന്നതാവും, അടുത്തത് ഇന്നതാവും. നമ്മൾ പോയിട്ട് അവിടെ പോയി വീഴും. എന്തെങ്കിലും ഒരു ഹറാമ് കാണേണ്ടി വരും, കേൾക്കേണ്ടി വരും. അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ പറയുന്നുണ്ടാകും, നമുക്ക് അറിയാം ഇത് തുറന്നാൽ ഞാൻ എന്താകും, വലിയൊരു അപകടത്തിൽ പോയിട്ടാണ് വീഴുക. അല്ലെങ്കിൽ അങ്ങനെ ഏതൊരു കാര്യത്തിലേക്കും, ഒരു ഹറാമായ ഒരു വരുമാനം, അതിന്റെ തുടക്കത്തിലേക്ക് നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ചെയ്താൽ ഇന്നതിലേക്ക് ഞാൻ പോകും. അത് ഏത് കാര്യം അങ്ങനെയായിരിക്കും, നമ്മുടെ ഉള്ളിൽ നമ്മൾക്കൊരു മനസ്സിലാകലുണ്ടാവും. വാഇദുല്ലാഹി ഫിൽ ഖൽബ്, അള്ളാഹു ഒരു മുസ്ലിമിന്റെ ഖൽബിൽ ഇട്ടിട്ടുള്ള ഉപദേശകനാണ്. ആ ചൊറിച്ചിൽ ഉണ്ടാകുമ്പോൾ ഒഴിവാക്കിയാൽ അവൻ രക്ഷപ്പെട്ടു. തുറന്നിട്ടുണ്ടെങ്കിൽ എന്താവും, വൈഹക ലാ തഫ്തഹു ഫഇന്നക ഇൻ തഫ്തഹു തലിജ്ഹു, നീ തുറന്നാൽ നീ അതിലേക്ക് കയറിപ്പോകും, ആ ഹറാമിൽ പോയി വീഴുന്ന അവസ്ഥയുണ്ടാവും. നല്ല മനോഹരമായിട്ടുള്ള, ചിന്തിക്കുന്നവർക്ക് വളരെയധികം വെളിച്ചം നൽകുന്ന ഒരു ഉപമയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു ഉദാഹരണത്തിലൂടെ നമുക്ക് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മുടെ ദീനിൽ നിന്ന് തെറ്റിക്കുന്ന ശുബ്ഹത്തുകൾ, ഇൽമിനെ ഫസാദാക്കുന്ന കാര്യങ്ങൾ. അതിന് യഥാർത്ഥ ഇൽമ് നേടണം, അതിൽ യഖീൻ നേടണം. ഷഹ്വത്തുകൾ, അതിന് നമ്മൾ യഥാർത്ഥ അമൽ കണ്ടെത്തണം, ആ അമലിൽ സബ്ർ കണ്ടെത്തണം. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, വഖദ് നസബല്ലാഹു സുബ്ഹാനഹു അൽജസ്റ അല്ലദീ യമുറു അന്നാസു മിൻ ഫൗഖിഹി ഇലൽ ജന്ന, നരകത്തിന്റെ മുകളിലൂടെ സ്വർഗ്ഗത്തിലേക്ക് കടക്കാൻ അല്ലാഹു ഒരു പാലത്തെ സ്ഥാപിക്കുന്നുണ്ട്. വനസവ ബിജാനിബൈഹി കലാലീബ തഖ്തഫു അന്നാസ ബിഅമാലിഹിം, അവരുടെ കർമ്മങ്ങൾക്കനുസരിച്ച് കൊളുത്തി വലിക്കാൻ കൊളുത്തുകളും വെച്ചിട്ടുണ്ട്. فهكذا كلاليب الباطل من التشبيهات الضلال وشهوات الغي تمنع صاحبها من الاستقامة على طريق الحق وسلوكه. അതുപോലെ തന്നെയാണ് ദുനിയാവിലെ ശുബ്ഹത്തുകളും ഷഹ്വത്തുകളും ഹക്കിന്റെ പാതയിൽ നിന്ന് അവനെ തെറ്റിക്കും. വൽ മഅസൂമു മൻ അസമഹുല്ലാഹ്, അല്ലാഹു സംരക്ഷിച്ചവനാണ് യഥാർത്ഥത്തിൽ സംരക്ഷണം ലഭിച്ചവൻ എന്ന് കാണാം. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മുടെ യാത്രയിൽ ഈ കാര്യം മനസ്സിലാക്കാൻ. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് വേറൊരു റിവായത്തിൽ പറയുന്നുണ്ട്, ഫൽ ഹിദായതു ഇല ത്വരീഖി ശൈഉൻ വൽ ഹിദായതു ഫീ നഫ്സി ത്വരീഖി ശൈഉൻ ആഖർ. ഒരു വഴിയിലേക്ക് ഹിദായത്ത് കിട്ടുക എന്നുള്ളത് ഒരു കാര്യവും, ആ വഴിയിൽ നേരെ ചൊവ്വേ നിലനിൽക്കാൻ സാധിക്കുക എന്നുള്ളത് വേറൊരു കാര്യമാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് തൗഹീദിലെയും സൽഫി മൻഹജിലേക്കും ഇതാണ് ശരി എന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള ഹിദായത്ത് കിട്ടി, അതൊരു കാര്യം. എന്നാൽ അതിൽ നേരെ ചൊവ്വേ നിലനിൽക്കുക എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്, അത് വേറൊരു കാര്യമാണ്. എന്നിട്ട് ഉദാഹരണം പറഞ്ഞ അദ്ദേഹം, ഒരാളുടെ ഒരു നാട്ടിലേക്ക് ഒരാൾ യാത്ര പോവുകയാണ്. അപ്പൊ യാത്ര പോകുമ്പോൾ അയാൾക്കറിയാം വഴി ഇന്നതാണ്, ഇന്ന വഴിയിലൂടെയാണ് അയാൾക്ക് എത്തേണ്ടതെന്നറിയാം. പക്ഷേ ഈ വഴിയിലൂടെ എപ്പോഴാണ് വണ്ടി ഉണ്ടാവുക, എവിടേക്കാണ് ഞാൻ ഇറങ്ങേണ്ടത്, എനിക്ക് ഭക്ഷണം എവിടുന്ന കിട്ടുക, എനിക്ക് വെള്ളം എവിടുന്ന കിട്ടുക, ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അതൊന്നും ഇയാൾക്ക് അറിയില്ല എങ്കിൽ എന്താവും, അവിടെ ചെന്നെത്തല് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമുക്കൊരു ആ നാട്ടിലേക്കുള്ള വഴി അറിയാം, പക്ഷെ എപ്പോഴാണ് അതിലൂടെ വണ്ടി ഉണ്ടാവുക, എന്തൊക്കെ തടസ്സങ്ങളാണ് ഉണ്ടാവുക, എവിടുന്ന ഭക്ഷണം കിട്ടുക, അതൊന്നും അറിയില്ലെങ്കിൽ യാത്ര എന്ത് ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെയാണത്. നമുക്ക് നേരായ മാർഗത്തിലേക്ക് വഴി കിട്ടി, അൽഹംദുലില്ലാ. എന്നാൽ അതിൽ നേരെ ചൊവ്വേ നിലകൊള്ളുക എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. അതിന് ഇൽമും അമലും നേടി നമ്മൾ മുന്നോട്ട് വരിക തന്നെ വേണം. അവസാനത്തെ ഖായിദ, അൽ ഖായിദത്തുൽ ആശിറ, പത്താമത്തേത്, അത്തശബ്ബുഹു ബിൽ കുഫാരി മിൻ അഅ്ദമിൽ ജുനൂഹി അനിൽ ഇസ്തിഖാമ. ഇസ്തിഖാമത്തിൽ നിന്ന് നമ്മെ പിഴപ്പിക്കുന്ന ഗൗരവമുള്ള കാര്യമാണ് കുഫാറുകളോട് സാദൃശ്യപ്പെടുക എന്നത്. കുഫാറുകളോട് സാദൃശ്യപ്പെടുക എന്നുള്ളത്, കുഫാറുകളോട് വിശ്വാസത്തിലാവട്ടെ കർമ്മത്തിലാവട്ടെ സാദൃശ്യപ്പെടുക എന്നുള്ളത് സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് നമ്മെ തെറ്റിച്ചു കളയും. എന്താണ് സിറാത്തുൽ മുസ്തഖീമിലേക്ക് ഹിദായത്ത് നൽകണമെന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം സൂറത്തുൽ ഫാത്തിഹയിൽ നമ്മൾ പറയുന്നത് എന്താണ്? ഗൈറിൽ മഗ്ദൂബി, സിറാത്തുൽ അൻഅംത അലൈഹിം കഴിഞ്ഞിട്ട് ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. അള്ളാഹുവിന്റെ കോപത്തിന് ഇരയാവരെയുമല്ല പിഴച്ചവരെയുമല്ല. ആരാണ് ഉദ്ദേശിക്കുന്നത്? ഒന്ന്, അള്ളാഹുവിന്റെ കോപത്തിന് ഇരയായവർ ജൂതന്മാരാണ്, യഹൂദന്മാരാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ പിഴച്ചു പോയവർ നസാറാക്കളാണ്. കാരണം എന്താണ്? ജൂതന്മാർക്ക് ഇൽമുണ്ടായിരുന്നു, അവർ അമല് ചെയ്തില്ല. ആ ഇൽമനുസരിച്ച് അവർക്ക് കർമ്മം ചെയ്തില്ല.
നസാറാക്കൾക്ക് അറിവുണ്ടായിരുന്നില്ല. അവരവർക്ക് തോന്നിയതുപോലെ ധാരാളം കർമ്മങ്ങൾ ചെയ്യുന്ന അവസ്ഥയിലുണ്ടായി. ഇസ്തിഖാമത്തിനുണ്ടായിരിക്കേണ്ട ഇൽമും അമലും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് സാധിച്ചില്ല. അപ്പൊ ഒരു തരത്തിലും അവരോട് സാദൃശ്യപ്പെടുന്ന അവസ്ഥയിൽ എത്രയോ കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അവർ മീശ വളർത്തുകയും താടി വെട്ടി ചെറുതാക്കുകയും പറഞ്ഞപ്പോൾ നിങ്ങൾ താടി വളർത്തണം, മീശ വെട്ടണം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ധാരാളം കാര്യങ്ങളിൽ, എത്രയോ കാര്യങ്ങളിൽ അവരോടെതിരാകാൻ വേണ്ടിയിട്ട് എന്ത് പറഞ്ഞിട്ടുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അവരോട് സാദൃശ്യപ്പെടുക എന്നുള്ളത് സിറാത്തുൽ മുസ്തഖീം തെറ്റിക്കുന്ന ഗൗരവമുള്ള ഒരു കാര്യമാണ്. അല്ലാഹു തആല പറഞ്ഞു, വദ്ദ കസീറുൻ മിൻ അഹ്ലിൽ കിതാബ് ലൗ യറുദ്ദൂനകും മിൻ ബഅദി ഈമാനികും കുഫാറൻ ഹസദൻ മിൻ ഇൻദി അൻഫുസിഹിം മിൻ ബഅദി തബയ്യന ലഹുമുൽ ഹഖ്. അഹ്ലുൽ കിതാബിൽപ്പെട്ട ധാരാളം ആളുകൾ അവരാഗ്രഹിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിറാത്തുൽ മുസ്തഖീം നിങ്ങൾ തെറ്റിപ്പോണം. അസൂയ കാരണത്താലാണ് അവർക്ക് അങ്ങനെ ഉണ്ടാകുന്നത്. അവർക്ക് ഹക്ക് ബോധ്യപ്പെടാഞ്ഞിട്ടല്ല. പ്രത്യേകിച്ച് ജൂതന്മാർ അവർ അതിൽ നിന്ന് തെറ്റിപ്പോയിരിക്കുകയാണ്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ഈ ആയത്ത് പറഞ്ഞിട്ട് പറയാണ്, ഫദമ്മൽ യഹൂദ അലാ മാ ഹസദുൽ മുഅ്മിനീന അലൽ ഹുദാ വൽ ഇൽം. ജൂതന്മാരെ അല്ലാഹു ഇവിടെ നിന്ദിച്ചത് മുഅ്മിനീങ്ങൾക്ക് ലഭിച്ച ഇൽമിന്റെ മേലെ, ഹിദായത്തിന്റെ മേലെ അസൂയ വെച്ചുകൊണ്ടാണ്. വഖദ് യുബ്തല ബഅദുൽ മുൻതസിബീന ഇലൽ ഇൽമി വഗൈരിഹിം ബിനൗഇൻ മിനൽ ഹസദ് ലിമൻ ഹദാഹു അല്ലാഹു ബിഇൽമിൻ നാഫിഇൻ ഔ അമലിൻ സാലിഹിൻ. ചില അറിവുള്ള ആളുകൾ തന്നെ അവർക്ക് തന്നെ ഈ ഒരു അവസ്ഥ ബാധിച്ചിട്ടുണ്ട്. ഏത്? അസൂയ ബാധിക്കുന്നത് കാണാം. അറിവുള്ള ആളുകൾക്ക് ജൂതന്മാർക്ക് ബാധിച്ച പോലെ അസൂയ ബാധിച്ചിട്ട് പല രീതിയിൽ പഴച്ചു പോകുന്നത് കാണാം. അതായത് പിന്നെ ഇൽമില്ലാതെ, ഇൽമുണ്ടായിട്ട് അമല് ചെയ്യാതെ പോകുന്നതും, ഇൽമില്ലാതെ തോന്നിയ പോലെ കർമ്മം ചെയ്തു പോകുന്നതും കുഫാറുകളോട് അഥവാ ജൂതനസാറാക്കളോട് സാദൃശ്യപ്പെടുന്ന കാര്യമാണ്. അത് നമ്മളിൽ വന്നു പോയാൽ നമ്മൾ സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് പഴച്ചു പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയ എന്താണ്? ലതത്ബഉന്ന സനന മൻ കാന ഖബ്ലകും ശിബ്റൻ ശിബ്റാ വദിറാഅൻ ബിദിറാ. നിങ്ങൾ ചാനിന് ചാണായി മുഴത്തിന് മുഴമായി ജൂതനസാറാക്കളെ പിൻപറ്റും. ഹത്താ ലൗ ദഖലു ഹുജ്റദ്ദബ് തബിഅതുമൂഹും. ഒരു പിന്നെ വബ്ബിന് എന്താ മലയാളത്തിൽ പറയാ, ഉടുമ്പിന്റെ മാളത്തിലേക്ക് കയറിയാലും അത് അത്ര ഇടുങ്ങിയതായിരിക്കും. അതിന്റെ പിന്നാലെ നിങ്ങൾ പോവാൻ നിൽക്കുന്ന അവസ്ഥയിൽ ഉണ്ടാവും. ഇന്നത്തെ മുസ്ലിം കൗമിന് ബാധിച്ചാണത്. വിശ്വാസത്തിന്റെ കാര്യത്തിൽ നോക്കൂ, അവർ അവരുടെ അമ്പിയാക്കളെയും സ്വാലിഹീങ്ങളെയും അവരുടെ ഖബറുകൾ കെട്ടിപ്പൊക്കി. മുസ്ലിം സമൂഹത്തിൽ അത് വന്നു. അവരോട് സുജൂദ് ചെയ്യുന്ന, പ്രാർത്ഥിക്കുന്ന അവസ്ഥയുണ്ടായി. മുസ്ലിം സമൂഹത്തിൽ അവർ വന്നു. അവരുടെ ദീനിന്റെ പല കാര്യങ്ങളും അതേപോലെ സാദൃശ്യം ചെയ്യുന്ന ആളുകൾ ഇനി പോട്ടെ, അല്ലെങ്കിൽ അവരുടെ മറ്റു കാര്യങ്ങൾ, അവരുടെ സംസ്കാരം, ജൂതനസാറാക്കളുടെ സംസ്കാരം അല്ലെങ്കിൽ കുഫാറുകളുടെ സംസ്കാരം അത് മുസ്ലിമീങ്ങൾ ഏറ്റെടുക്കാൻ തുടങ്ങി. അവരുടെ വേഷം അത് മുസ്ലിമീങ്ങൾ ഏറ്റെടുക്കാൻ തുടങ്ങി. അവരുടെ സ്വഭാവങ്ങൾ അത് മുസ്ലിമീങ്ങൾ പകർത്താൻ തുടങ്ങി. എന്തൊരു അവസ്ഥയാണ്! നഊദു ബില്ലാഹ്. ഒരിക്കലും കുഫാറുകളോട് ഒരു രീതിയിലും സാദൃശ്യപ്പെടുന്ന അവസ്ഥ ഉണ്ടാകരുത്. അത് നമ്മെ സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് തെറ്റിക്കുന്ന കാര്യങ്ങളാണ്. ഈ 10 കാര്യങ്ങളാണ് ഇവിടെ അബ്ദുർ റസാഖ് അൽ ബദർ ഹഫിളഹുല്ലാഹ് ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. അത് വളരെ ചിന്തിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായ കാര്യമാണ്. അവസാനമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇസ്തിഖാമത്ത് എന്നുള്ളത് അതാണ് ഏറ്റവും വലിയ കറാമത്ത്. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞു കാണാം, അഅ്ദമുൽ കറാമത്തി ലുസൂമുൽ ഇസ്തിഖാമ. ഏറ്റവും വലിയ കറാമത്ത് ഇസ്തിഖാമത്ത്, നേരെ ചൊവ്വേ നിലകൊള്ളുക എന്നുള്ളതാണ്. ഇതെപ്പോഴാ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാല് താബീങ്ങളുടെ ചരിത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ സ്വഹാബികളിൽ കണ്ടതിനേക്കാൾ കറാമത്തുകൾ പല താബീങ്ങളിൽ കണ്ടിട്ടുണ്ട്. താബീങ്ങളുള്ള കാലത്ത് പിന്നെ തീയിലിട്ടിട്ട് അബൂ മുസ്ലിം അൽ ഖൗലാനി റഹിമഹുല്ലാഹ് തീയിലിട്ടിട്ട് അവിടുന്ന് തിരിച്ചു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റു പല രീതിയിലുള്ള അത്ഭുതകരമായിട്ടുള്ള കറാമത്തുകൾ ഉണ്ടായിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. സ്വഹാബികളെ വെച്ച് നോക്കുമ്പോൾ അതിനേക്കാൾ കൂടുതലാണ്. അപ്പൊ സ്വഹാബികൾക്ക് എന്തുകൊണ്ട് ഇത്ര കറാമത്ത് ഉണ്ടായില്ല? അവിടെയാണ് വിഷയം. അവർക്ക് എന്തുണ്ടായിരുന്നു? ഇസ്തിഖാമത്ത് ഉണ്ടായിരുന്നു. കാരണം താബിഈങ്ങളിൽ ഫിത്ന ബാധിച്ചതുപോലെ അല്ലെങ്കിൽ അതിനുശേഷമുള്ള ആളുകൾ പിഴച്ചു പോയതുപോലെ സ്വഹാബികളിൽ എന്തുണ്ടായിട്ടില്ല? അതിനുണ്ടായിട്ടില്ല. സ്വഹാബികൾ ഇസ്തിഖാമത്ത് നേരെ ചൊവ്വേ നിലകൊണ്ട ആളുകളാണ്. അതുകൊണ്ടാണ് പറയുന്നത് അഅ്ളമുൽ കറാമ ലുസൂമുൽ ഇസ്തിഖാമ. ഇസ്തിഖാമത്ത് നേരെ ചൊവ്വേ നിലനിൽക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കറാമത്ത്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, കുൻ സാഹിബൽ ഇസ്തിഖാമത്തി ലാ ത്വാലിബൽ കറാമ. നീ ഇസ്തിഖാമത്തിന്റെ ആളാവുക, ദീനിൽ നേരെ ചൊവ്വേ നിലനിൽക്കാൻ നോക്കുക,
അതല്ലാതെ എന്തെങ്കിലും കറാമത്ത് ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ച് നടക്കുന്ന ഒരാളാവരുത്. ഫഇന്ന നഫ്സക മുതഹർരികതുൻ ഫീ തലബിൽ കറാമ, ഒരു കറാമത്ത് ഉണ്ടാവണമെന്ന് തേടിക്കഴിഞ്ഞാൽ നീ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. വറബ്ബുക യുതാലിബുക ബിൽ ഇസ്തിഖാമ, നിന്റെ റബ്ബ് നിന്നോട് ആവശ്യപ്പെടുന്ന കാര്യം ഇസ്തിഖാമത്താണ്, നീ നേരെ ചൊവ്വേ നിലനിൽക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇസ്തിഖാമത്ത് മറ്റെന്തിനേക്കാളും നമുക്ക് വിലപ്പെട്ട കാര്യമാണ്. സൂറത്ത് ഫുസ്സിലത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഈ ആയത്ത് നമ്മൾ ഓർമ്മിക്കേണ്ടതാണ്. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമു, ഞങ്ങളുടെ റബ്ബ് അല്ലാഹു ആണെന്ന് പറയുകയും ഇസ്തിഖാമത്തോടുകൂടി ആ നിലനിൽക്കുകയും ചെയ്തവർ തതനസ്സലു അലൈഹിമുൽ മലായിക, അവരുടെ മേലെ മലക്കുകൾ മരണസമയത്ത് ഇറങ്ങും. അല്ലാ തഖാഫു വലാ തഹ്സനു, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ ദുഃഖിക്കണ്ട, അവരെ സമാധാനിപ്പിക്കും. വഅബ്ശിറു ബിൽ ജന്നത്തി അല്ലതി കുൻതും തുഅദൂൻ, നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്വർഗത്തെക്കുറിച്ചുള്ള സന്തോഷ വാർത്ത നിങ്ങൾക്ക് ഇതാ ഉണ്ട്. കാരണം മരണസമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ഞെരുക്കത്തിന്റെ സമയമായിരിക്കും മരണം എന്നാണ്. അവന്റെ സമ്പത്തോ സന്താനങ്ങളോ ഒന്നും ഉപകരിക്കാതെ ഇതെല്ലാം വിട്ടുപോവുകയാണെന്ന് അവന് ബോധ്യപ്പെടുന്ന സന്ദർഭം ഏറ്റവും ഞെരുക്കാൻ ഉപയോഗിക്കുന്ന സമയമായിരിക്കും. ആ സമയത്ത് മലക്കുകൾ അവനെ സമാധാനിപ്പിക്കും. എന്നിട്ട് പറയും, നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ, ദുനിയാവിലും പരലോകത്തും നിങ്ങളുടെ കൂട്ടാളികൾ ഞങ്ങളാ. വലക്കും ഫീഹാ മാ തശ്തഹി അൻഫുസുകും വലക്കും ഫീഹാ മാ തദ്ഉൻ, ആ സ്വർഗ്ഗത്തില് നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെയുണ്ട്, നിങ്ങൾ ചോദിക്കുന്ന എല്ലാം ഉണ്ട്. നുസുലം മിൻ ഗഫൂരിർ റഹീം, ഗഫൂറും റഹീമുമായിട്ടുള്ള അല്ലാഹു ഒരുക്കിയിട്ടുള്ള വിരുന്നാണത് എന്ന് ആ മലക്കുകൾ ആ മരണപ്പെടുന്ന സമയത്ത് ഇസ്തിഖാമത്തിലായിരുന്ന നേരെ ചൊവ്വേ നിലനിന്ന ആളുകളെ ഓർമ്മിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ ദീനിൽ ഏറ്റവും വിലപ്പെട്ട ഇസ്തിഖാമത്തിന് ആവശ്യമായിട്ടുള്ള ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയും ഓർക്കുകയും പഠിക്കുകയും ഈ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും വീഴ്ചകൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിനെ പരിഹരിച്ച് വീണ്ടും ദീനിന്റെ നേരെ ചൊവ്വയുള്ള പാതയിലെത്താൻ പരിശ്രമിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്തിഖാമത്തിലായിക്കൊണ്ട് ജീവിക്കാനും ഏറ്റവും നല്ല രീതിയിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന തൃപ്തിപ്പെടുന്ന രീതിയിൽ മരണപ്പെടാനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്സഹാബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഒരു ക്ലാസ് കഴിയാതെ എണീറ്റ് നിൽക്കരുത് കേട്ടോ. ക്ലാസ് കഴിഞ്ഞിട്ട് ഇതുമ്മ പിടിച്ചാൽ മതി. ഞാൻ അവിടെ